എന്റെ മനസ്സിനെ വല്ലാതെ നൊമ്പരപ്പെടുത്തിയ ഒരു പകലായിരുന്നു ഇന്ന്. ഒരുപാട് പഴയ ഓർമ്മകളും നൊമ്പരങ്ങളും ഇന്ന് എന്നെ തേടി വന്നു. കാലം വായിക്കാത്ത ഓർമ്മകൾ എന്നൊക്കെ പറയാറില്ലേ? ശരിയാണ്. പക്ഷേ കാലത്തിനറിയില്ലല്ലോ ചില ഓർമ്മകളിൽ ജീവിക്കുക എന്നത് വളരെ വേദനാജനകമാണെന്ന്. തിരിച്ചറിവുകൾക്ക് മുൻപുള്ള എൻ്റെ ജീവിതത്തിലെ മറക്കാനാവാത്ത ആ കാലഘട്ടം. ധർമ്മ ജോക്കുട്ട തന്ന ഒപ്പിക്കുള്ള നന്ദി കാണിക്കണ തെണ്ടികളെ. എന്റെ പൊന്നെ എടാ കോപ്പേ, നിന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട് ഈ പാതരകാമനെ പണിക്ക് വരുമ്പോ കൂടെ വരുന്നവരെ പേര് വിളിക്കാൻ പാടില്ലെന്ന്. കയ്യും പൊട്ടി കോപ്പ്. രഞ്ജി ഒന്ന് വേഗം വന്നേക്കണടാ. എടാ ഇത്രയ്ക്ക് പേടിയാണെങ്കിൽ പിന്നെ എന്താ കുപ്പിയുടെ പിന്നാലെ പോന്ന്? ഈശ്വര, ഇങ്ങനെയുള്ള പേടിത്തൊണ്ടന്മാരെ എനിക്ക് കൂട്ടുകാരായിട്ട് വന്നു. എന്താടാ ഇന്നെങ്കിലും വല്ല നടക്കോടാ. ഇവന്മാരെ കൊണ്ട് എന്റെ അമ്മേ, എന്തിനിപ്പ ഇങ്ങോട്ട് വന്നേ? നിന്നെ കാണാൻ എനിക്ക് വേറെ ആരും വീട്ടിൽ കയറാൻ പറ്റുമോ? മതി മതി. ഇന്നെങ്ങനെയാ, കാവൽക്കാരുണ്ടോ? ധർമ്മനും ചോക്കട്ടിനുണ്ട്. ഫിറോസ് വാസവന്റെ കൂടെ ഒരിടം വരെ പോയേക്കാം. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? അല്ല, എന്നും ഇങ്ങനെ പൊന്തമാട് കളിച്ചിരുന്നാ മതിയോ? അകത്തേക്കൊന്ന് ക്ഷണിക്കണല്ലേ? അയ്യടാ, ആ പൂതി അങ്ങ് മനസ്സിൽ വെച്ചാ മതി. വേറൊന്നിനല്ല, അകത്തേക്കുള്ള വാതിലൊന്ന് തുറന്നാ നമുക്ക് കുറച്ചേരം വല്ല അന്താക്ഷരം കളിച്ചിരിക്കാം. അതൊന്നും നടക്കൂല മോനെ. വാതില് പൂട്ടി താക്കോൽ അമ്മയുടെ കയ്യിലാ. ഓ, ആ നീ വിചാരിച്ചെടുക്കാനാണോ പ്രയാസം? മൊബൈൽ എടുക്കാൻ പെടണ പാടി എനിക്കേ അറിയാവൂ. രഞ്ജു പൊക്കോ, നേരെ ഒരുപാടായി. നാളെ കോളേജിൽ പോകുമ്പോ കാണാം. അപ്പൊ അന്താക്ഷരം നടക്കില്ല. അതെ, ഒരു ബട്ടർഫ്ലൈയിലും തരൂ. പാതിര വരെ ടി വിയും കണ്ടോണ്ടിരുന്നോളും. അത് കഴിഞ്ഞ് ഇവിടെ നേരം വെളുത്തൊരു പരക്കം പാച്ചിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന്. സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് നേരം കണ്ടോ? ഇവിടെയൊക്കെ പറഞ്ഞിട്ട് എന്താ ഇപ്പം കാര്യം? ഇവളുടെ കുളി ഇതുവരെ കഴിഞ്ഞില്ല. ഇനി എത്ര നേരമായി കുളിക്കാൻ കയറിയിട്ട്. ഗീതു, എടി ഗീതു, കഴിഞ്ഞില്ലേ നിന്റെ കുളി? ഗീതു, ഒച്ച വെക്കണ്ട, കഴിഞ്ഞു. അരമണിക്കൂറായ പെൺകൊച്ച് പുറത്തു വന്ന് നിൽക്കുന്നു. ഈശ്വര, ഫർസാന വന്നോ? അമ്മ, ഞാൻ ഇറങ്ങുവാ. പോ. അതെ, നിങ്ങൾക്ക് അവളോട് എന്തെങ്കിലും ഒന്ന് മിണ്ടിയാലെന്താ? എന്തിനാ? അവള് കോളേജിലേക്കല്ലേ പോകുന്നേ? പിന്നെന്താ ഞാൻ പോകണ്ടെന്ന് പറയണം? ഓ പിന്നെ, അച്ഛനമ്മമാരുടെ സ്നേഹം വേണ്ട സമയത്ത് വേണം മക്കൾക്ക് കൊടുക്കാൻ. ഓ,
ഓ എൻ്റെ സ്നേഹം കൂടി നീ കൊടുക്കുന്നുണ്ടല്ലോ അത് മതി. ഇതിനോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, വെറുതെ പറയാന്നല്ലാതെ. എടി, കുറെ നാളായി നിന്നോടൊരു കാര്യം ചോദിക്കണം വിചാരിച്ചിട്ട്. നിന്റെ അച്ഛൻ പണ്ട് പട്ടാളത്തിലായിരുന്നോ? എന്തേ? അല്ല, ആ നോട്ടം ഭാവം കണ്ട് അങ്ങനെ തോന്നും. നിന്നെ സമ്മതിക്കണം, എനിക്ക് നിന്റെ അച്ഛനെ കണ്ടാലേ മുട്ടുവരയ്ക്കും. അച്ഛൻ അങ്ങനെയാ. ഞാനധികം മിണ്ടാനൊന്നും പോവാറില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അമ്മയോട് പറയും. പിന്നെ അമ്മ അറിയാലോ, ഒരു പാവാ. വേഗം നടക്ക്, ഇപ്പൊ തന്നെ വൈകി. എടാ ജോക്കുട്ടനാടോ, എടാ ജോക്കുട്ടനാടോ, കുളിക്കാൻ നോക്കിയില്ല. ആ 1 2 3 1 2 3 ആ നിനക്കടാ പോടാ അവിടുന്ന്. നാളെ മുതൽ ജിമ്മിനൊന്ന് പോണം. അവിടെ എന്താ ബിരിയാണി കൊടുക്കണ്ട? എന്താടാ അവന്റെ വണ്ടിക്ക് തീ പിടിച്ച? തീ പിടിച്ച വണ്ടിക്കല്ലടാ, ഫിറോസിനാ. നീ രാവിലെ തന്നെ തുടങ്ങിയ കാഞ്ചൻ ഗുണാപ്പേ. ഇത് കഞ്ചാവൊന്നല്ലടാ, എവിടെയാ ഇതന്നെ കട. ഇതാണ് നീ രാവിലെ തന്നെ പോയിക്കൊണ്ടിരുന്നത് പറഞ്ഞേ, ദ്രോഹി. ഇതിന് ഭേദം ഞാനാ. എവിടെങ്കിലും ഉണ്ട്. അമ്പടാ ഓർമ്മതാടാ. അത് കിട്ടിയ വലിക്കടാ. നീ ഇന്ന് വണ്ടി എടുത്തില്ലേ? ആടാ 10 മണിക്കൂറോട്ടുണ്ട്. ഞാനേ ഒന്ന് പോയിട്ട് നീ എങ്ങോട്ടാ? അവളെ ഒന്ന് കാണണം. ഞങ്ങൾ ആൾത്തലയിൽ കാണണം, നീ അങ്ങോട്ട് വാ. അവിടെ പോവാ. ആ വാ. വരുന്നുണ്ട്. ഇന്ന് ലേറ്റ് ആയില്ലേ? എഴുന്നേക്കാൻ കുറച്ച് ലേറ്റ് ആയി പോയി. അത് പിന്നെ പുതിയ സംഭവം ഒന്നല്ലല്ലോ. എടി ഞാൻ പോവാട്ടോ, അധികം വൈകണ്ട. ജോലി എന്തേ? അതൊന്നും പറയാണ്ടിരിക്കണല്ലോ. നമ്മുടെ വാസുവേട്ടനേറ്റ കാര്യ. ഇന്ന് ശരിയാവും നാളെ ശരിയാവെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നാളെ പറയായി. അപ്പൊ വേറെ എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കിക്കൂടെ? അതിനെനിക്ക് മറ്റുള്ളവരെ പോലെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ലല്ലോ. തുടങ്ങി കോംപ്ലക്സ്. എന്തേ സത്യമല്ലേ? അല്ലെങ്കിൽ നിന്റെ അപ്പനോട് ശ്രീയന്തി എന്ന് കുറച്ച് തരാൻ പറ, വല്ല ബിസിനസ്സും തുടങ്ങാം. അത് ഒറ്റയ്ക്ക് അങ്ങ് പോയി പറഞ്ഞാ മതി. തരുന്നത് എന്താന്ന് വെച്ചാ കൈയോടെ അങ്ങ് മേടിച്ചോ. ഒരു ദിവസം ഞാൻ അങ്ങ് വരും, കരുതിയിരുന്നോളാം പറഞ്ഞവരോട്. പിന്നെ ഇന്നെങ്ങനെയാ മുതലാണല്ലോ? വേണ്ട, ഞാൻ വിളിച്ചോളാം. അപ്പൊ ശരി, ഞാൻ പോവാട്ടോ. ആ ധർമ്മ വരുന്നടാ. ഇങ്ങനെ പോയാലേ അധികം വൈകാതെ വീട്ടിൽ തെളിച്ച് പുറത്താകും. എന്തെങ്കിലും ചെയ്യുന്ന 4 കാശിലെ കളിയാ. വണ്ടിയുടെ CC മുടങ്ങിട്ടെ 4 മാസമായി. നീ ഇതൂടെ പോയാ എൻ്റെ കാര്യം. എവിടാ ഒരു സീറ്റ് ഒന്ന്. 4 അക്ഷരം പഠിക്കാൻ വിട്ട കാലത്ത് തെക്ക് വടക്ക് നടക്കുമ്പോ ആലോചിക്കണായിരുന്നു. ഓ ഒരു പഠിപ്പിസ്റ്റ്. നിനക്ക് കുഴപ്പമൊന്നുമില്ല, നിന്റെ അച്ഛൻ ആവശ്യത്തിന് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. അങ്ങനെ സ്വസ്ഥമായിട്ട് വീട്ടിലിരുന്നോട്ടാ പറഞ്ഞ അങ്ങ് തിരിച്ചെടുത്ത്. ദേ നോക്കടാ, നമ്മുടെ അകമ്പാടം ക്ഷേത്രത്തിലെ വിഗ്രഹം കളവ് പോയത്. എടാ ആ വിഗ്രഹം മുമ്പാരും മോഷ്ടിക്കാൻ നോക്കിയിട്ട് പറ്റാതെ ഇട്ടിട്ട് പോയത്. എന്തായാലും പൊക്കിയവൻ ചില്ലറക്കാരനല്ല, ലക്ഷങ്ങളുടെ മുതലല്ലേ. ഇങ്ങനെ പോയാൽ നമ്മൾ വല്ല മോഷണം നടത്തേണ്ടി വരും. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഇതിൻ്റെയും കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. എൻ്റെ അവസ്ഥ എങ്ങനെ അറിഞ്ഞാൽ ഒരു കാലത്ത് അവളുടെ അച്ഛൻ എനിക്ക് ഇട്ടിച്ചേരുന്നു എന്നുള്ള. എടാ നീ അവളെ കറക്കി എടുക്കുമ്പോഴേ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതാ, അവള് നിന്റെ കയ്യിൽ നിൽക്കൂല, മാക്സിമം മുതലാക്കിക്കോളെ. അതിന് അടയ്ക്കാൻ പറ്റത്തില്ല. അവൾ അകത്ത് എന്ത് കാണിക്കാനേ? അയ്യേ, ഞാൻ ഉദ്ദേശിച്ച അതല്ല. വല്ല വളേ മാലേ കമ്മലോ അങ്ങനെ എന്തെങ്കിലും ചോദിച്ചാൽ അവള് ഊരി തരൂലേ. ഇവന്മാർക്ക് പ്രാന്താണ്. നീ ഇതൊന്നും കേട്ട ആവശ്യമില്ലാത്ത പണിക്കൊന്നും പോലട്ടാ. ഒന്ന് പോയടാ, അല്ലെങ്കിൽ അപ്പം അങ്ങോട്ട് ചോദിക്കാൻ ചെല്ലല്ലേ. സത്യം പറഞ്ഞാൽ എനിക്ക് അല്പം പേടിയുണ്ടാ. അവളുടെ അച്ഛൻ്റെ സ്വഭാവം നിനക്ക് നന്നായിട്ട് അറിയാലോ. നടക്കില്ല, അങ്ങ് വിട്ടേക്കടാ. ഏയ് ഞാനങ്ങനെ ഇട്ടു എന്ന് പറഞ്ഞാൽ അവൾ ആ നിമിഷം ആത്മഹത്യം. അതൊരിക്കലും എന്നോട് പറഞ്ഞിട്ടുണ്ടാ. അപ്പോൾ മരണം ഉറപ്പായി. നീ ഇട്ടിട്ട് പോയാൽ അവൾ ആത്മഹത്യ ചെയ്യും, അല്ലാതെ മുന്നോട്ട് പോയാൽ അവൾ അച്ഛൻ തന്നെ കൊല്ലും. ഞാനൊരു കാര്യം പറയാം. ആരൊന്നും പറയല്ലേ, ജോക്കിയുടെ മടത്തരം പറയുമ്പോണ്ട്. എടാ നീ അവളെ കാണാതെയും വിളിക്കാതെയും കുറച്ചു കാലം മാറി നിന്നാ സംഭവം അവസാനിക്കും. ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ കൂടുതൽ പ്രശ്നങ്ങൾ ചെന്ന് അവസാനിക്കും. ആ പറഞ്ഞത് പോയിന്റ്. നിർത്ത്.
എടാ എനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ട്. സംഗതി അല്പം സീരിയസ് ആണ്, പക്ഷെ അവളെ കൊണ്ട് സമ്മതിപ്പിക്കുന്ന ഉത്തരവാദിത്തം ഇവനാണ്. സംഗതി നടന്നെന്റെ പൊന്നുമോനെ രഞ്ജി, നിനക്ക് രാജയോഗാണ്. എടാ നീ കാര്യം എന്താന്ന് വെച്ചാ പറ. രജിസ്റ്റർ മാരേജ് ഇന്ന് നടക്കണ കാര്യം വല്ലതുണ്ടേ പറ. എടാ നടക്കും. ഒരു കുഞ്ഞു പോലെ അറിയാതെ നമ്മൾ നടത്തും. അവളോട് സാധാരണ കോളേജിൽ എന്ന പോലെ ഒരു ദിവസം വരാൻ പറയണം. അങ്ങനെയാണെങ്കിൽ രജിസ്റ്റർ ഓഫീസിലെ കാര്യം പേടിക്കണ്ട. ശേഖരേട്ടൻ നമ്മുടെ സ്വന്തം ആളാ. ആ അപ്പൊ കാര്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പമായി. സംഭവന ഗുണമുള്ള കാര്യമാണ്. പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം വേണം. ഗീതു സമ്മതിക്കോ? സമ്മതിപ്പിക്കണം. അത് ഇവന്റെ മിടുക്ക്. കുറച്ചുമ്പ് പറഞ്ഞില്ലേ ഇവൻ ഇട്ടിട്ട് പോയാൽ അവൾ ആത്മഹത്യ ചെയ്യും, ഞരമ്പ് കുറിക്കുന്നൊക്കെ. എടാ അതൊക്കെ നേരാ. പക്ഷെ ഇതെങ്ങനെ സംഭവം ലീക്കായ പണി ടാക്സ് പിടിച്ചു വരും. അവളുടെ അച്ഛനൊരു മോശനാടാ. നിനക്കൊരു കാര്യം അറിയൂ, പെൺമക്കളുടെ കണ്ണിൽ വീഴാത്ത ഒരു അച്ഛനും ഇല്ല. നിയമപരമായി നിങ്ങൾ ആർക്കും പിരിക്കാൻ പറ്റില്ലെന്ന് അറിയുമ്പോൾ അയാളെ നിങ്ങൾ രണ്ട് കഴിഞ്ഞിട്ട് സ്വീകരിക്കും. ഒറ്റ മോളല്ലേ? അത് മാത്രമല്ല, അവൾക്ക് എന്തെങ്കിലും ആലോചനകൾ വരുന്നവരെ നിനക്ക് സെറ്റിൽ ആവുള്ള സമയം കിട്ടും. രാത്രി അവള് വിളിക്കുമ്പോൾ നീ ഒന്ന് സംസാരിച്ച് നോക്ക്. ഞാൻ മുൻകൂറായി കാര്യങ്ങളൊക്കെ ശേഖരനോട് പറഞ്ഞിടാം. എന്തേ? തൽക്കാലം പാർട്ടി വരാൻ അയാളോട് പറയണ്ട. ആരും വിശ്വസിക്കാൻ പറ്റാത്ത കാലാണ്. എനിക്ക് വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ ഇതൊക്കെ ആരെങ്കിലും അറിഞ്ഞാ ആരും അറിയാൻ പോലുള്ള. നിനക്ക് സമ്മതമാണോ അല്ലയോ എന്ന് അറിഞ്ഞിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കാൻ. സമ്മതമാണ്. ഞാൻ എന്താ ചെയ്യേണ്ടത്? നീ ആ സർട്ടിഫിക്കറ്റ് എടുത്ത് വെക്ക്. ദിവസം എന്നാ നീ അറിയിക്കാം. ആന എമ്പേരി പേരുണ്ട്. ഇനി 6 തുടങ്ങിയാൽ മതി. നമ്മളെ വാ വായോ. എന്തു പറ്റി? ഇതിൽ കൂടുതൽ ഇനി എന്തു പറ്റാൻ? നിനക്ക് ഇത്ര വിവരമില്ലേ ഗീതു? അതില്ലാന്ന് എന്നെ പ്രേമിച്ച് അവള് തെളിയിച്ചല്ലേ. നിങ്ങൾ കാര്യം എന്താന്ന് വെച്ചാ പറ. ഒരു രജിസ്റ്റർ മാരേജ് നടക്കണമെങ്കിൽ പെണ്ണിന് 18 വയസ്സ് തേക്കണമെന്ന് ആർക്കാ അറിഞ്ഞൂടാത്തത്? എന്ത്? ഇതാ രജിസ്റ്റർ എന്റെ മുഖത്ത് നോക്കി ചോദിച്ചതാ. ടെൻഷൻ ഇടയിൽ ഞാനത് മറന്നുപോയി. കോപ്പ്. എടി പൊട്ടി, കഴിഞ്ഞ ആഴ്ച എന്റെ പിറന്നാളായിരുന്നു പറഞ്ഞിട്ടല്ലേ നിനക്ക് ഞാൻ ഗിഫ്റ്റ് ഒക്കെ മേടിച്ചെന്ന്. സത്യമായിട്ടും കഴിഞ്ഞ ആഴ്ച എന്റെ പിറന്നാളായിരുന്നു. അത് ശരി. നാളെ നോക്കി പിറന്നാളുടെ വരെ ഈ സർട്ടിഫിക്കറ്റിലും കാണണം. എന്റെ പൊന്നിറങ്ങി ചെയ്തു. ഈ സർട്ടിഫിക്കറ്റിലെ കണക്ക് പ്രകാരം ഇനി 9 ദിവസം കൂടി ഉണ്ട് നിനക്ക് 18 വയസ്സാവാൻ. ഓപ്പറേഷൻ ചീറ്റി. ഇനി അത് ഇതും പണ്ട് ഒരു കാര്യമില്ല. അല്ല എന്താ? എന്നാ പിന്നെ ഞങ്ങളങ്ങ് പോട്ടെ. ഇപ്പൊ പോയ ക്ലാസ് മിസ്സാവൂല. ഫർസാന ആ പറഞ്ഞതിൽ കാര്യമുണ്ട്. നിങ്ങൾ വിട്ടോ, വെറുതെ ക്ലാസ്സുകൾ വേണ്ട. സാരില്ല, ഇനി കുറച്ച് ദിവസം കൂടിയല്ലേ ഉള്ളൂ. നിങ്ങൾ പൊക്കോ, എല്ലാം നല്ലതിനാ. ഇത് കൊണ്ടൊക്കെ അടുത്ത ദിവസം ആവശ്യം വരും. ഇനി എന്താ അടുത്ത പരിപാടി? ചൂണ്ടാൻ പോയാലോ? അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. വാസോട്ടം വിളിച്ചിരുന്നു. ഇന്നെന്താ ചെലവുണ്ട്. ബാലേട്ടന്റെ DJ ഷാപ്പിലെ പരിപാടി. വാസുട്ട് ചെലവാ? ആ പിന്നാരിൽ ഒളിച്ചോടി വന്നിട്ടോ? എന്തായാലും തകർക്കാം. അപ്പൊ ഇന്ന് വാസുവേട്ടന്റെ തല. പടർന്നേ അതിലൂയലാടി തിങ്കൾ നിലവ് പകർന്നേ മധുവിധുവിൻ തളിരുകളെ ഇനി വരവായി പുതുനിമിഷം അതിലലിയാനി തിരി മധുരം നൽകേണ്ടേ കിനാക്കൾ പൂത്തൊരി നാളിൽ നിലാവിൽ ലഹരി നുകർന്നിടാ മഞ്ഞലകൾ കുളിരാൽ ഉണരുമ്പോ
യാത്രകളിൽ അന്തിമാനം നീളെ കാർമുകിൽ പടർന്നേ അതിലൂയലാടി തിങ്കൾ നിലവ് പകർന്നേ മധുവിധുവിൻ തളിരുകളെ ഇനി വരവായി പുതുനിമിഷം അതിലലിയാടി തിരിമധുരം നൽകേണ്ടേ കിനാക്കൾ പൂത്തൊരി നാളിൽ നിലാവിൽ ലഹരി നുകർന്നിടാ മഞ്ഞലകൾ കുളിരാൽ ഉണരുമ്പോ മിഴിയിണയാ പ്രണയം തന്നില്ലേ അപ്പോൾ ശരി, എല്ലാം പറഞ്ഞ പോലെ. ദേ കൊച്ചിനെ പൊന്നുപോലെ നോക്കണം കേട്ടോ. അപ്പോൾ പറഞ്ഞ പോലെ ഒന്നും പേടിക്കാനില്ല. ഓക്കെ, പോയി അടിച്ചു വിളിക്കേ. തെയ്താ തക തക തെയ്താ. ഗീതു, എന്താ അച്ഛാ? ഒന്നിങ്ങോട്ട് വന്നേ. ഇന്നലെ നിന്റെ സർട്ടിഫിക്കറ്റ്സ് എങ്ങനെയാ രജിസ്റ്റർ ഓഫീസിലെത്തിയത്? പറയടി. അത് അച്ഛാ, നിങ്ങൾ എന്താണ് ചെയ്യണത്? നിങ്ങൾക്ക് എന്നെ ഭ്രാന്ത് പിടിച്ചോ? അതേടി ഭ്രാന്ത, എനിക്കല്ല നിന്റെ പുന്നാര മോൾ. അതിനിപ്പോ എന്താ സംഭവിച്ചേ? അത് അവളോട് ചോദിക്കേ. അവൾ ഇന്നലെ എവിടെ പോയെന്ന് അവള് പറയട്ടെ. എന്താ മോളെ, എന്താ പറ്റിയത്? എനിക്ക് രഞ്ജി ഇഷ്ടം. രഞ്ജി ആരാടി നിന്റെ? നിങ്ങൾ നടങ്ങ് മനുഷ്യ, ഞാൻ ചോദിക്കട്ടെ. വാ മോളെ, നീ പേടിക്കണ്ട, വാ. ഫർസാന, ഗീതോടെ ഫർസാന, ഗീതോടെ ആകെ കുഴപ്പമായിന്ന് തോന്നേ. എനിക്ക് പേടിയാവുന്നു. ഞാൻ പോട്ടെ രഞ്ജി. നീ കാര്യം എന്താന്ന് വെച്ചാൽ തെളിച്ചു പറ. അവളെ ഇനി പഠിക്കാൻ വിടില്ലെന്ന് അവളുടെ അച്ഛൻ പറയുന്നത്. കുറെ അടിക്കുകയും വഴക്ക് പറയുകയും ചെയ്തു. എന്തിന്? മുഴുവനായിട്ട് കേട്ടില്ല, എന്തോ കുഴപ്പമുണ്ട്. പിന്നെ അവളുടെ അച്ഛൻ രഞ്ജിയുടെ പേര് പറയുന്ന കേട്ടു. എന്റെ പേരോ? എന്തിന്? എന്തിനാണോ? നിന്റെ പേര് പറഞ്ഞ സ്ഥിതിക്ക് നീയുമായുള്ള കണക്ഷൻ പിടിച്ചു, അത്ര തന്നെ. എന്നാലും എങ്ങനെ? എടാ, നമ്മൾ കരുതുന്ന റേഞ്ചൊന്നുമല്ല അയാൾ. പിന്നെയാണ് ഈ രജിസ്റ്റർ മാരേജിന്റെ കാര്യം ഇത്ര പ്രയാസം. ഏയ്, അങ്ങനെ 2 വർഷമല്ലേ ഇവര് പ്രണയിച്ചു തുടങ്ങിയിട്ട്. ഇന്നേ വരെ നമ്മളല്ലാതെ ഒരു ഈച്ചു പോയി നിറഞ്ഞിട്ടുണ്ടോ? ഇതാ ഷെയറട്ടെന്ന മണിയാ. നമ്മളിങ്ങനെ തർക്കിച്ചിട്ട് ഒരു കാര്യമില്ലടാ. അവളുടെ പഠിപ്പ് മുടങ്ങിരിക്കാൻ വല്ല വഴിയുണ്ടെന്ന് നോക്കി. നീ എന്തായി ആലോചിക്കണേ? എടാ, നമുക്ക് വാസുവേട്ടനോട് സംസാരിക്കാൻ പറഞ്ഞാലോ? അവളുടെ അച്ഛന് നേരത്തെ അറിയാവുന്നതുകൊണ്ട് ഇത് ഡീൽ ചെയ്യാൻ വാസുവേട്ടനെ ബെസ്റ്റ്. അതിൽ വാസേട്ടൻ പോവോ? ഇനി പോയാൽ തന്നെ അവളെ അച്ഛൻ സമ്മതിക്കൂ? എന്തായാലും നമുക്ക് ആദ്യം വാസുവേട്ടനെ കാണാം. എല്ലാരും കൂടി തെങ്ങടക്കാ, ഇതിന്റെ ബസ്സാ. ഞാൻ ഒറ്റയ്ക്ക് വെക്കോളാം. പോലീസ് സാധനം കിട്ടിയിട്ടുണ്ട്. എല്ലാവനും ഇവിടെ ഉണ്ടായിരുന്നോ? എന്തായി വാസുവേട്ടാ, സംസാരിച്ചോ? ഓ, സംസാരിച്ചു. എടാ, അയാളാണെ അമ്പിനും വില്ലിനും അടുക്കുന്നില്ല. അവളെ കോളേജ് വിടത്തില്ലെന്ന് ഒരേ വാശി. നീ ഇനി അവളെ മേലാ കാണത്തില്ലെന്ന് അയാളുടെ കാല് വരെ ഞാൻ പിടിച്ച് പറഞ്ഞു നോക്കി. എന്നിട്ട് അയാൾ സമ്മതിക്കുന്നില്ല. അത് കാര്യം മറ്റൊന്നുമല്ല. നീ ഇനി അവളെ വേണ്ടാന്ന് വെച്ചാലും അയാൾ അവളെ പഠിക്കാൻ വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെന്താ? അതെന്താന്ന്?
എന്റെ പൊന്നടാവേ, അവക്ക് പഠിച്ചില്ലേലും നിന്നെ തന്നെ മതിയെന്ന്. അതല്ലേ സംഗതി ഇത്രയും വഷളായത്. തൽക്കാലം ഇതെല്ലാം നിർത്തിയേക്കാമെന്നെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ അയാൾ ഒരുപക്ഷെ അവളെ പഠിക്കാൻ വിട്ടേനെ. നീ പോയി ബ്ലിങ്ക്. അല്ല ഇനിയിപ്പോ പറഞ്ഞ പോലെ അവള് വല്ല ആത്മഹത്യ ചെയ്യൂ? എടാ കരിനാക്ക് വളച്ചൊന്നും പറയലടാ. പിന്നെ അവളുടെ ഏതോ മുറച്ചെറുക്കനുമായിട്ട് കല്യാണം ഉറപ്പിക്കാൻ പോവാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പഠിച്ചോട്ടെ എന്നാ അയാളുടെ നിലപാട്. കല്യാണ ഇത്ര പെട്ടെന്നാ? പിന്നെ നിങ്ങൾ ചെയ്യാൻ പോയതോ? ഒറ്റ ഇരിപ്പിന് 1.5 കിലോ അരിയുടെ ചോറുണ്ണാനുള്ള വയറല്ലാതെ ഇവന് നല്ലൊരു ജോലിയുണ്ടോ? ആ തന്തയുടെ സ്ഥാനത്ത് ഞാനാണേലും ഇതൊക്കെ തന്നെ ചെയ്യത്തുള്ളൂ. ചുരുക്കി പറഞ്ഞ പട്ടി ചന്തയ്ക്ക് പോയല്ലേ അല്ലേ ചേട്ടാ? ആ പട്ടി ചന്തയ്ക്ക് പോയെന്നു? എടാ പോടാ കൂടെ ഇവിടുന്ന്. ഞാനവിടെ പോയതുകൊണ്ട് എനിക്ക് പ്രയോജനം. അവിടെ ഒരു അടയ്ക്കാമരം വെട്ടാനുണ്ടായിരുന്നു. അതുകൊണ്ട് രാത്രിത്തേക്ക് ഒരു പൈൻറ്റിനുള്ള കാശൊത്ത്. നീ പേടിക്കണ്ടടാ രഞ്ജി, ഈ കൊട്ടേഷൻ ഞാൻ എടുത്ത്. പടച്ചോനെ പൊക്കാനോ? പിന്നല്ലാതെ. പക്ഷെ എങ്ങനെ പൊക്കിയിട്ട് അവിടെ പോവും? വീട്ടിലെന്തു പറയും? കയ്യിൽ കാശ് വേണ്ടേ? എടാ അതിനുള്ള വഴിയൊക്കെ ഞാൻ പറഞ്ഞുതരാം. പക്ഷെ എനിക്കൊരു കാര്യം അറിയണം. നീ വിളിച്ചാൽ അവള് വരുമോ? വരും. എന്നാൽ ഒരു ഈച്ച പോലും അറിയാതെ അവക്കവിടുന്ന് ചാടാനുള്ളൊരു വഴിയുണ്ട്. ഞാൻ പറയുന്ന പോലെ അങ്ങ് ചെയ്താൽ മതി. മനസ്സിലായോ? കൃത്യം 1 മണിയായാൽ റൂമിൽ നിന്നിറങ്ങുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, കാലിൽ കിലുങ്ങുന്ന പാദസരം ഉണ്ടെങ്കിൽ അത് ഊരി വയ്ക്കുക. എന്നിട്ട് മുറിയിൽ നിന്ന് സാവധാനം പുറത്തിറങ്ങുക. ഒച്ചയുണ്ടാക്കാതെ സ്റ്റെപ്പ് ഇറങ്ങുക. ചെരുപ്പിടരുത്. സിനിമയിൽ കാണുന്ന പോലെ അച്ഛൻ്റെ അമ്മയുടെ അനുഗ്രഹം വാങ്ങാൻ നിൽക്കണ്ട. ഇനി സങ്കടം സഹിക്കാൻ വയ്യെങ്കിൽ അവർ കിടക്കുന്ന മുറിയുടെ വാതിലിലേക്ക് ഒന്ന് നോക്കിക്കൂ. പതുക്കെ അടുക്കള ഭാഗത്തെത്തുക. പിന്നെ വാതിൽ തുറക്കും മുമ്പ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രത്യേകിച്ച് പ്രായമായ പെൺകുട്ടികളുള്ള വീടിൻ്റെ അടുക്കള വാതിലിൻ്റെ കുറ്റി പെട്ടെന്ന് തുറന്നാൽ ഒരു വൃത്തികെട്ട ശബ്ദം കേൾക്കും. അതുകൊണ്ട് പതുക്കെ തുറന്നാൽ മതി. തുറക്കും മുമ്പ് വിരലിൽ സ്വർണ്ണമോതിരം ഉണ്ടെങ്കിൽ അത് ഊരി കയ്യിൽ പിടിക്കുക. ഇനി പതുക്കെ വാതിൽ തുറന്നോളൂ. ഇപ്പൊ മോക്ക് വാസുവേട്ടനെ കാണാം. വാ ഇങ്ങോട്ട്. അപ്പൊ ഈ മോതിരം എന്ത് ചെയ്യണം? ഇത് വാസുവേട്ടനുള്ളതാ. അവന്മാരുടെ കയ്യിൽ നയാ പൈസ ഇല്ല. ഇനി മോള വാതിലങ്ങ് ചാടിയേ വല്ല കള്ളന്മാരും കയറും. തലപ്പാടി തമ്പി, പേര് മറക്കണ്ട. കാര്യങ്ങളൊക്കെ ഞാൻ വിശദമായിട്ട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ധൈര്യമായിട്ട് പൊക്കോ. വാസുവിനോട് വന്നിരുന്നെങ്കിൽ നന്നായിരുന്നു. എനിക്കിവിടെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ വന്നാൽ ശരിയാവില്ല. കുറച്ച് ദിവസം മാറി താമസിക്കാനല്ലേ. അത് കഴിഞ്ഞാൽ പിന്നെ നിയമക്കല്യാണം. പിന്നെ നീയല്ലേ ഇവിടുത്തെ കൊച്ചു മുതലാളി. വെച്ച് താമസിപ്പിക്കാതെ കയറി പോകാൻ നോക്കടാ.
എന്നാ പിന്നെ നിങ്ങൾ വിട്ടോ. അല്ല വാസോട്ടാ, ആ സ്ഥലത്തിന്റെ പേരെന്താന്ന് പറഞ്ഞ്? പാണ്ടിമല. പാണ്ടിമല. എന്നാ ശരിയാണ്. ഓക്കെ. പാണ്ടിമല, കാപ്പിക്കുരു മുതൽ കഞ്ചാവ് വരെ മലയിറങ്ങുന്ന നാട്. ചുറ്റും കാട്. കാട്ടിലെ സിംഹത്തെ പോലെ അവിടെയും ഒരേ ഒരു രാജാവ്, തലപ്പാടി തമ്പി. ഈ വിഗ്രഹം തമ്പിയുടെ അടുത്തെത്തിച്ചാൽ നമ്മൾ ചോദിക്കുന്ന കാശ. എനിക്കിത് കൈ പിടിച്ചിട്ട് എന്തൊരു പേടി പോലെ. നമുക്കിത് എത്ര പെട്ടെന്ന് ഒഴിവാക്കണം. രാജപ്പ, നീ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല ഇത് തമ്പിയുടെ അടുത്ത് എത്തിക്കുന്നത്. ഒന്നാമത് ഞാൻ അയാളെ കണ്ടിട്ടില്ല, പറഞ്ഞു കേട്ട അറിവേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം, മുൻകൂട്ടി അറിയിച്ച് ഇതെന്നല്ല ഒരു സാധനവും തമ്പിയുടെ അടുത്ത് ആരും കൊണ്ടു ചെല്ലാറില്ല. അതെന്താ? അത് തമ്പിയുടെ അടുത്തെത്തുന്നതിന് മുമ്പേ അയാളുടെ ആളുകൾ തന്നെ നമ്മളെ സ്കെച്ചിട്ട് അതടിച്ചോണ്ടു. ഇതൊക്കെ അറിഞ്ഞോണ്ടല്ലേ അയാൾ അണ്ണാക്കി കയറി ചെല്ലുന്നത്. അവിടെ നിനക്ക് തെറ്റി. നമ്മൾ എന്ത് റിസ്ക് എടുത്തിട്ടായാലും ഈ വിഗ്രഹം ആ തമ്പിയുടെ മുന്നിൽ എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ കച്ചവടത്തിൽ അയാൾ ഒരു കുഴപ്പവും കാണിക്കില്ല. അതാണ് തലപ്പാടി തമ്പി. അയാൾ വല്ലാത്തൊരു മനുഷ്യൻ തന്നെ. അണ്ണനെ ഇതൊക്കെ എങ്ങനെ അറിയാം? അതൊക്കെ എൻ്റെ ഒരു സീക്രട്ടാണ് മോനെ. ഇപ്പൊ തന്നെ നമ്മൾ പുറപ്പെടുന്നു. പിന്നെ രാജപ്പ, നിന്റെ പതിവ് മണ്ടത്തരം ഉണ്ടല്ലോ, ഈ കച്ചവടം തീരുന്നവരെ ദയവായി പുറത്തെടുക്കണം. ദൈവം സഹായിച്ച് ഇത് ചിലപ്പോൾ നമ്മുടെ അവസാനത്തെ മോഷണമായിരിക്കും. എടാ, നിങ്ങൾ വരുന്നില്ലേ? ആ, ചേട്ടാ, സിഗരറ്റ് ഉണ്ടോ? മുഖം എന്തോ അല്ലാതിരിക്കണേ? ഒന്നുമില്ല. എനിക്കറിയാം, വീട്ടിലെ കാര്യം ഓർത്തിട്ടല്ലേ. ഒക്കെ ശരിയാവും. ഞാൻ എന്നാ പോരാ. ആ കാര്യമാണെങ്കിൽ ഞാൻ ഇട്ടുതരാം. മായും രാവിൻ മാറിൽ ചായാൻ ഏതോ പൂവിൻ മോഹം ഈണം തേടും കാറ്റിൻ കാതിൽ ഏതോ നോവിൻ മൗനം ആരോ മായുന്നു ദൂരെ ഈറൻമിഴിയോടെ ഈ
ആരോ കൈ കാണിക്കണ്ടല്ലോ. നിർത്തണ്ടാ വിട്ടു പോവാ. ചവിട്ടിയേക്കടാ, പാവങ്ങളല്ലേ. ഈ കൊടുങ്കാട്ടിൽ നമ്മളാണെങ്കിലും. എടാ ഇവളുള്ള നിർത്തണ്ട. എടാ ഒരു നല്ല കാര്യമല്ലേ? ഓ നന്മമരമേ. ഗീതു നീ പോതിച്ചിരുന്നാ മതി. എന്താ ചേട്ടാ? നിങ്ങളെങ്ങോട്ടാ? ഞങ്ങൾ പാണ്ടി വലിക്ക്. ആണോ? എന്നാ പിന്നെ ഞങ്ങൾ വരട്ടെ. ഞങ്ങൾ അതിന് മുമ്പ് ഇറങ്ങിക്കോളാം. എന്തുണ്ട്? എന്തേലും ചെയ്യും. ആ കയറ്. ബാക്കിയായിരുന്നു. നിങ്ങൾ വാ, ഫ്രണ്ട് ആയിരുന്നു. വാടാ കയറി. പോലെ എന്താ സാറേ? എന്തോ നാടാ എല്ലാരും കൂടി കടത്തിക്കൊണ്ട് പോകുന്നു. ഒന്നുമില്ല സാറേ, ഞങ്ങളൊക്കെ ഫ്രണ്ട്സാണ്. ഞങ്ങൾ പാണ്ടി വിളിക്കുന്ന വഴിയാ. വല്ല കഞ്ചാവ് കടത്താനാണോടാ? ഞങ്ങൾ അത്ര അല്ല സാറേ. സാറേ ഇവനെ കണ്ടിട്ട് ഒരു കള്ളലക്ഷണം ഉണ്ടല്ലോ. അത് ജന്മനാളാണ് സാറേ. ഇവൻ പാരമ്പര്യത്തിൽ ഇങ്ങനെയാണ് സാറേ. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണോടാ? പേപ്പറിലും ക്ലിയർ സാറേ. സൂക്ഷിച്ചൊക്കെ പോ, തല അല്പം ഡേഞ്ചറാ. ആ സാർ. എടാ ഇട്ട സ്ഥലം ഓർമ്മയുണ്ടല്ലോ അല്ലേ? പെർഫെക്റ്റ്. ഓക്കെ. എന്താ രണ്ടാളും കൂടി സ്വകാര്യം പറിച്ചില്? ഒന്നുമില്ല, ഞങ്ങളേ ഇവിടെ ഇറങ്ങിക്കോളാം. ഇവിടെയാ? ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യാനാ? ഇവനെ ചെറിയൊരു വയറുവേന, ഇത് തീരെ കുറച്ച് സമയം എടുക്കും. നിങ്ങൾ പോയിക്കോ. വലിയ ഉപകാരം. നമുക്ക് എവിടെയെങ്കിലും വെച്ച് നമോ ഭാഗം കാണാം. അതന്നെയല്ല വീട്. ഇറങ്ങി. നീ ഇവിടെ ഇരി, ഞാൻ നോക്കിട്ട് വരാം. വാസോട്ടം പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷയില്ല. സംഭവം നൈസായിട്ടുണ്ട്. അതെ, എനിക്കിതൊക്കെ കണ്ടിട്ട് ഒരു ഭീകരാന്തരീക്ഷമാണ് ഫീൽ ചെയ്യണത്. നീ പിന്നെ ഫുൾ നെഗറ്റീവ് ആണല്ലോ. സെറ്റപ്പ് കൊള്ളാല്ലേ? തമ്പിയണ്ണോ നമസ്കാരം. ഞങ്ങള് വാസോട്ടം പറഞ്ഞയച്ചിട്ട് വന്നതാ. അണ്ണൻ കുളിക്കുവാ. അപ്പൊ നമ്മളാരാണാവോ? ഭാർഗവൻ, 18 മുറി ഭാർഗവൻ. കേറിയിരിക്കെ, അണ്ണനിപ്പോ വരും. 18 ഓക്കെ. ഇതിലെവിടെയോ മുറി. മുറി ഉള്ളിലാടാ. ബാഗട്. ആ തമ്പി എന്ന് പറഞ്ഞ ആള് കുളിക്കുക. നീ വാ, നമുക്ക് അകത്തിരിക്കാം. നിന്റെ മുഖം എന്തോ അല്ലാതിരിക്കണേ? ഒന്നുമില്ല. എന്നാ വാ, ഇറങ്ങ.
നമസ്കാരം. യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമുണ്ടായിരുന്നില്ല. ആ, രഞ്ജി അല്ലേ? ഗീതു, ധർമ്മൻ, ഫിറോസ്, ജോക്കുട്ടൻ. നിങ്ങളെക്കുറിച്ചൊക്കെ എന്നോട് വാസു പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഇവിടെ താമസിക്കാം. ഇവിടെ ഞാനും എൻ്റെ മകളും മാത്രമേ ഉള്ളൂ. മൂത്ത മകനും എൻ്റെ ഭാര്യയും സിംഗപ്പൂരാ. അവനോട് പഠിക്കുക. ആ, പിന്നെ എനിക്ക് മോളോടൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്താ അങ്കിൾ? മോളെ ഉമ്മാരെ നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് വന്നാണോ? അല്ല. അപ്പൊ ഇവള് നിർബന്ധിച്ചിട്ടാണോ താൻ കൂടെ പോന്നത്? അല്ല, ഞങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചു വന്നോ. നല്ലവണ്ണം ആലോചിച്ചിട്ട് തന്നെയാണല്ലോ തീരുമാനം. എന്താണ് ഒരുമാതിരി പ്രതികളെ ചോദ്യം ചെയ്യുന്ന പോലെ? ഞാൻ ചോദിച്ചത് വേറൊന്നും കൊണ്ടല്ല. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ ഏത് നിമിഷവും പോലീസ് ഇവിടെ എത്തും. ആ, പേടിക്കണ്ട, ഞാനൊരു മുൻവിധി പറഞ്ഞു എന്നേ ഉള്ളൂ. ഇവൾക്ക് 18 വയസ്സ് തികയാത്തതുകൊണ്ട് സംഗതി പീഡനമാവും. നിങ്ങൾ തട്ടിക്കൊണ്ടു വന്നതാണെന്ന് ഇവളെങ്ങാനും പറഞ്ഞാൽ ഞാനും കൂടി അകത്താവും. ഏത്? അങ്ങനെയുള്ള ഒരിക്കലും പറയില്ല. ഓ ശരി, അകപ്പെടെ. വാസു പറഞ്ഞ പ്രകാരം ഇവക്ക് 18 വയസ്സ് തികയുന്നവരെ ഇവിടെ നിൽക്കാന്നാണല്ലോ പറഞ്ഞത്. അത് കഴിഞ്ഞെന്താ പരിപാടി? അത് കഴിഞ്ഞാൽ രജിസ്റ്റർ മാരേജ്. പിന്നെ സ്വാഭാവികമായിട്ടും വീട്ടുകാർ വിളിക്കുമല്ലോ, ഇല്ലേ? വിളിച്ചില്ലെങ്കിലോ? അണ്ണാ എന്താടാ? മോളെ ശ്രീലക്ഷ്മി, ഇതെന്റെ മോള് ശ്രീലക്ഷ്മി. മോളെ ഇത് ഗീതു. ഗീതുവിനെ മോളുടെ മുറി കൊണ്ടാക്കും. അപ്പൊ നിങ്ങളൊക്കെ പോയി വല്ലതും കഴിക്കും. എനിക്കൊന്ന് പുറത്തു പോകണം. ഭാർഗവ, സലിമേ, നീ വണ്ടി എടുക്ക. നടക്കും. നീ ഇങ്ങനെ ഇരുന്ന് കരഞ്ഞിട്ട് എന്താ കാര്യം? ദൈവം തമ്പുരാൻ വിളിച്ചിട്ട് പോയതൊന്നും അല്ല അവള്. നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പറയാം. പഠിത്തം നിർത്തിയപ്പോഴേ എനിക്ക് തോന്നിയതാ അവൾ എന്തെങ്കിലും അവിവേകമൊക്കെ കാണിക്കുമെന്ന്. പഠിച്ചിട്ടുള്ള വിവരമാണല്ലോ അവളിപ്പോ കാണിച്ചത്. നിങ്ങൾക്ക് SI ഒന്ന് വിളിച്ച് പറഞ്ഞുകൂടായിരുന്നു? എന്തിന്? അവളെ ആരും തട്ടിക്കൊണ്ടുപോയതൊന്നും അല്ലല്ലോ വിളിച്ച് കംപ്ലൈന്റ് ചെയ്യാൻ. സ്വയം ഇറങ്ങിപ്പോയതല്ലേ? അല്ലെങ്കിൽ തന്നെ ഇത് നാട്ടുകാരെ അറിയിച്ചാ എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റൂ? എന്ന് കരുതി അവള് നമ്മളെ മോളല്ലാതാവോ? നിങ്ങൾക്ക് ചെറുക്കന്റെ വീട്ടിലെങ്കിലും പോയെന്ന് അന്വേഷിച്ചൂടെ? എന്തിനാ? അതിന് അവന്റെ വീട്ടുകാരില്ലേ. അപ്പൊ നമ്മുടെ മോളോ? പൊകഞ്ഞ കൊള്ളി പുറത്ത്. ഞാൻ അത്രേ കണക്കാക്കിയിട്ടുള്ളൂ. അവനെ തന്നെ മതിയെന്ന് പറഞ്ഞ അവളിവിടെ കിടന്ന് കാട്ടിക്കൂട്ടി നീയും കണ്ടതല്ലേ. പോയി ജീവിക്കട്ടെ. ഇത് ഇവിടെ തന്നെ എറിഞ്ഞ സ്ഥലം നിനക്ക് കറക്റ്റായിട്ട് ഓർമ്മയുണ്ടാ? ആ റോട്ടിൽ നിന്നിട്ടാണെങ്കിൽ കറക്റ്റ് പറയായിരുന്നു. ആടാ ആ ഏമാമാരുടെ മുന്നിലേക്ക് കയറി കൊടുക്ക. അപ്പൊ കാര്യം തീരുമാനമാവുമല്ലോ. അതെ, നമുക്ക് രാത്രി ആവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്താലോ, എന്നിട്ട് നമുക്ക് നോക്കാലോ. എടാ മണ്ട, ടോർച്ചും കുന്തമൊന്നും ഇല്ലാണ്ട് ഇതെങ്ങനെ തപ്പി പിടിക്കാനാ? കുറച്ച് ദൂരം കൂടെ അവന്മാർ ജീപ്പ് പോയായിരുന്നു. ആ നശി ചെക്കിങ്ങില്ലായിരുന്നെങ്കിൽ. ആ നോക്ക്.
എടി നീ ഇങ്ങനെ ഇരുന്ന് കരഞ്ഞ എന്നെയും കൂടി ടെൻഷനാക്കല്ലേ. നിനക്ക് സമ്മതാണെന്ന് പറഞ്ഞിട്ടല്ലേ ഇതിനൊക്കെ നിന്ന്. അമ്മയുടെ കാര്യം ആലോചിച്ചിട്ടാ. അത് ശരി, ഇത് കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് തന്നെയല്ലേ പോകുന്നത്. ഇനി നിനക്ക് പറ്റില്ലെങ്കിൽ പറ, നമുക്ക് തിരിച്ചു പോവാം. മുറച്ചിറക്കൻ അച്ഛൻ നോക്കി വെച്ചിട്ടുണ്ടല്ലോ. രഞ്ജി പ്ലീസ്, അമ്മയൊരു പാവ, അത് ഓർത്തിട്ടാ ഞാൻ. രണ്ടുപേരും കൂടി സൊള്ളുവാണല്ലേ. എന്താ എന്തുപറ്റി? അവൾക്ക് അവളുടെ അമ്മേനെ കാണണം. ബെസ്റ്റ്. എന്നാ പിന്നെ പോരുമ്പോ അമ്മേനെ കൂടി കൂട്ടായിരുന്നില്ല. പ്ലീസ് എന്തായാലും കുറച്ച് ദിവസം കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. അതല്ലെങ്കിൽ പറഞ്ഞ പോലെ നമുക്ക് തിരിച്ചു പോവാം. സാരല്ല, ഇപ്പൊ ഞാൻ ഓക്കെയാ. എടാ എനിക്ക് ആ തമ്പിയുടെ പെരുമാറ്റത്തിൽ എന്തോ ഒരു പന്തികേട് ഫീൽ. അയാളുടെ സ്വഭാവം അങ്ങനെയാണെന്നല്ലേ വാസോട്ടം നമ്മളോട് പറഞ്ഞ്. ഇനി ഉണ്ടായാൽ തന്നെ വേറെ വഴിയില്ലല്ലോ. എന്തായാലും ഒന്ന് സൂക്ഷിക്കുന്ന നല്ലതാ. അപ്പൊ ഞാൻ വിളിച്ചാലും തമ്പി വരുമല്ലേ? എന്റെ പിള്ളേരുടെ കാര്യമായി പോയില്ലേ, എനിക്ക് വരാതിരിക്കാൻ പറ്റില്ലല്ലോ. അത് പിന്നെ കാശിന്റെ കാര്യം എങ്ങനെയാ? നീ പറഞ്ഞോ, എത്ര വേണം? 3 ലക്ഷം. ഭാർഗവ, അങ്ങെടുക്ക. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് വായു വലിച്ചെടുക്കാനായി രൂപപ്പെടുത്തിയത്. പക്ഷേ ചിലർ സിഗരറ്റിന്റെ പുക വലിച്ചു കയറ്റാൻ ലങ്സ് ഉപയോഗിക്കുന്നു. കാന്താരിയാണോ? എന്താ? അല്ല, മുളകേ. അങ്കിളുടെ പേരെന്താ? അങ്കിളാ? എനിക്കധികം പ്രായമായിട്ടില്ലടാ. ആണോ? പക്ഷെ നല്ല പ്രായം തോന്നിക്കുന്നുണ്ടല്ലോ. എനിക്കോ? ചിലപ്പോ വയറിയാടിയതുകൊണ്ടായിരിക്കും. ഞാനങ്ങ് വല്ലാതായി പോയിട്ടാ. അച്ഛൻ കണ്ടാലേ ചേട്ടൻ ഇല്ലാതായി പോ. വിട്ടോ വിട്ടോ. നിന്നോട് തൊടാ. ഹലോ, എന്തെങ്കിലും വിഷമിച്ചിരിക്കണേ? ഒന്നുമില്ല. അത് ചുമ്മാ. കണ്ണ് നിറഞ്ഞിട്ടുണ്ടല്ലോ. ലക്ഷ്മി, എനിക്ക് അമ്മയൊന്ന് വിളിക്കണമെന്നുണ്ട്. മനസ്സിനകത്ത് എന്തോ പോലെ. എന്റെ ഫോണിൽ നിന്ന് വേണമെങ്കിൽ വിളിച്ചോ. പക്ഷെ നിങ്ങൾ എവിടെയാണെന്ന് അറിഞ്ഞാൽ കുഴപ്പമാവില്ലേ? അവരോട് ചോദിച്ചിട്ട് വിളിക്കുന്നതല്ലേ നല്ലത്. അവരറിഞ്ഞാൽ സമ്മതിക്കില്ല. വിളിക്കണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ഫോൺ തരാം. ആരും അറിയാതിരുന്നാ മതി.
ഇതുവരെ അമ്മയെ പിരിഞ്ഞു നിന്നിട്ടില്ല. ഒരുപാട് വിഷമിക്കുന്നുണ്ടാവും പാവം. സാരല്ല, ടെൻഷൻ ആവണ്ട, എല്ലാം ശരിയാവും. നിന്റെ ടെൻഷൻ ഇതുവരെ മാറിയില്ലേ? നല്ല തലവേദനയുണ്ട്. ഒരു പ്രൈവസി ഇല്ലാത്തൊരു ഫീൽ ഉണ്ടല്ലോ അവിടെ. വാസുവേട്ടൻ വിളിച്ചോ? ആ, നമ്മൾ പോകുന്ന കാര്യം അങ്ങനെ ആരും തന്നെ അറിഞ്ഞിട്ടില്ല. നിന്റെ അച്ഛൻ പോലീസ് സ്റ്റേഷനിൽ പോലും പരാതി കൊടുത്തിട്ടില്ല. അങ്ങേർക്ക് ഇത് വലിയ പ്രശ്നമൊന്നുമില്ലാന്ന് തോന്നണേ. രഞ്ജിയുടെ വീട്ടുകാരറിഞ്ഞോ? അച്ഛനെ ഞാൻ വിളിച്ചു പറഞ്ഞായിരുന്നു. പറയാതെ പോകുന്നതിൽ അമ്മയ്ക്ക് നല്ല സങ്കടമുണ്ട്. അതൊക്കെ പിന്നെ അവിടെ ചെല്ലുമ്പോൾ ശരിയായിക്കോളും. രഞ്ജി, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താ? ഇനിയിപ്പോൾ ശ്രീലക്ഷ്മിയുടെ അച്ഛൻ പറഞ്ഞ പോലെ നമ്മുടെ വീട്ടുകാർ അംഗീകരിച്ചില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അച്ഛൻ്റെ സ്വഭാവം വെച്ച് എനിക്ക് നല്ല പേടിയുണ്ട്. അതൊക്കെ നമുക്ക് അപ്പാലോചിക്കാം. എന്തായാലും ഞാൻ നിന്നെ തനിച്ചാക്കില്ല, പോരെ? ഒറ്റക്കങ്ങ കാട്ടിപ്പെട്ട പണി കഴിഞ്ഞാൻ നടന്ന് ഉപ്പടളി. നീ മിണ്ടരുത്. ഇട്ട സ്ഥലം ഓർമ്മയുണ്ടെന്ന് പറഞ്ഞിട്ടാ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ. ലക്ഷങ്ങളുടെ മുതലാ. അതെടുത്തപ്പോ തുടങ്ങിയതാണ് എനിക്ക് കൈയും കാലും വിറയിലും നെഞ്ചെടുപ്പും. ഇപ്പൊ ചെറിയൊരു ആശ്വാസമുണ്ട്. എന്റെ വായിന്ന് വല്ലതും കേൾക്കൂട്ടാ. വിശന്നിട്ട് വയറ് കത്തുന്നു. ഇപ്പോഴത്തെ പ്രശ്നം വിശപ്പല്ലേ? അതിനുള്ള വഴി നമുക്ക് നോക്കാം. പിന്നെ വിഗ്രഹം, അത് നമുക്ക് തപ്പിയെടുക്കാന്നേ. എന്തായാലും നടന്നാ മതി. ഇവിടെ തന്നെ കാണണോട്ടാ. ഞാൻ പൊറോട്ടയും ചിക്കനായിട്ട് വരുമ്പോ മുങ്ങിക്കളയരുത്. പിന്നെ ഈ കൊടുങ്കാട്ടിലേ നിന്റെ അപ്പനുണ്ടാക്കി വെച്ചിരിക്കല്ലേ പൊറോട്ടയും ചിക്കനും. ഇവിടെ ആരുമില്ലേ? ആരും കാണുന്നില്ലല്ലോ. വിശന്നിട്ട് വേണം വയ്യ. ഞാനിവിടെ വഴി തെറ്റി വന്നതാ. 2 ദിവസമായി എന്തെങ്കിലും കഴിച്ചിട്ട്. കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാവോ? சாப்பிடுறதுக்கா? ആ ம் கப்பா மட்டும்தான் இருக்கு, போதுமா? കപ്പയെങ്കിൽ കപ്പ. அண்ணா, சாமியை கும்பிட்டு போங்க. സാമിയാ? தோ കുമ്പിട്ടുങ്ക കുമ്പിട്ട്. കുമ്പിട്ട് 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 കുമ്പിട്ട്. என்ன ஐயா இது? சாமி கடவுளே. നീ ഒറ്റ ഒരുത്തനാ ഇതിനൊക്കെ കാരണം. നിന്നോട് ഞാൻ വീണ്ടും വീണ്ടും ചോദിച്ചതാ ഇട്ട സ്ഥലം ഓർമ്മയുണ്ടോ എന്ന്. അപ്പൊ നീ വലിയ കാര്യത്തിൽ അങ്ങ് തലയാട്ടി. അതിപ്പോ കയ്യിലെങ്ങാനും ഉണ്ടായിരുന്നെങ്കിൽ ജയിലിലേക്ക് എടുക്കേണ്ടി വന്നേനെ. നമുക്കൊന്ന് കറങ്ങി നോക്കിയാലോ? ഇനി ഇപ്പൊ തന്നെ കറങ്ങി ഒരു പരുവായി. ആ കാട്ടുവാസം എന്ന കപ്പയാണെങ്കിൽ തീരാറായി. ഇതിലല്ലേ നമ്മൾ വിഗ്രഹം കൊണ്ടുവന്നത്? ഇത് തന്നെയല്ലേ? കിട്ടി.
കേള അണ്ണ വന്നല്ലോ. നിനക്ക് എന്താ വേണ്ടത്? സാപ്പിടതൊക്കെ ഭാർഗവ, ഇനി എന്താവശ്യമുണ്ടെങ്കിലും പറയണം. പട്ടിണി കിടക്കരുത്, കേട്ടല്ലോ? சரிங்க சரிங்க. തലപ്പാടി തോമ്പി. അപ്പോൾ ഇതാണ് തലപ്പാടി തമ്പി. ഒരു ചെലവില്ലാതെ അയാളെ കയ്യിൽ വിഗ്രഹം കിട്ടിയില്ലേ? ഒന്നുകിൽ നമ്മൾ അയാൾ തേടിപ്പോകുന്ന കാര്യം എങ്ങനെയോ ലീക്കായിട്ടുണ്ട്, അല്ലെങ്കിൽ ആ കാട്ടുവാസിയുടെ കയ്യിൽ അത് കിട്ടിയത് അറിഞ്ഞിട്ട് വന്നാവും. എങ്ങനെയായാലും നമുക്ക് ആ സാധനം തിരിച്ചു പിടിക്കണം. നമുക്ക് നേരിട്ട് ആളോട് കാര്യം പറഞ്ഞാലോ? മണ്ടത്തരം പറയാതടാ. ഇനിയിപ്പോൾ എന്ത് പറഞ്ഞാലും നല്ല വഴിക്ക് നമുക്കത് കിട്ടാൻ ഒരു വഴിയുമില്ല. അടിച്ചു മാറ്റണം, അതേ ഉള്ളൊരു വഴി. എങ്ങനെയും കുറച്ച് കാശുണ്ടാക്കി മോശം നിർത്താന്ന് വെച്ചാൽ അതും പറ്റാണ്ടായി. ഇനി കളി പുലിമടയിലാണ്, സൂക്ഷിക്കണം. എനിക്ക് വട്ട് പിടിക്കണേട്ടാ, ഒരു ജയിലിൽ വിട്ട പോലെ. എടാ നമുക്ക് പുറത്തിറങ്ങിയാലോ? ഒരു വലിക്ക് കിട്ടോ നോക്കാം. എടാ ഒന്നടിക്കാൻ ഒരു മാർഗ്ഗമില്ലാത്തപ്പോഴാ പുകയ്ക്കാൻ കഞ്ചാവ്. എടാ നമുക്കൊന്ന് പോയി നോക്കാം. എൻ്റെ അറിവ് വെച്ചിട്ട് ഇവിടുന്ന് സാധനം നമ്മുടെ നാട്ടിലേക്ക് എത്തണത്. അതിനിവിടെ ആരോട് ചോദിക്കാൻ? എന്നോട് ചോദിക്കാലോ. താനാരാ? ഞാൻ മണിയൻ. കുറച്ച് വിരുന്നുകാരുണ്ടെന്ന് തമ്പിയണ്ണം പറഞ്ഞിരുന്നു. ഓ, പുള്ളി ഫീൽഡ് വിട്ട് നിൽക്കുന്നുണ്ട്, ഒരു കണ്ണ് വേണമെന്ന് പറഞ്ഞു. ആര് തമ്പിയണ്ണനാ? അതിന് പുള്ളിക്കോ ഞങ്ങൾ വലിക്കണ കാര്യം? അതൊക്കെ ഓരോരുത്തരുടെ കണ്ണ് കണ്ടാ അറിയാം. വേറെ രണ്ടുപേരും കൂടി ഉണ്ടല്ലോ, അവരെങ്ങനെ? ഏയ്, അവര് വലിക്കൂല. എന്നാ കൂടെ പോര്, സാധനം നമുക്ക് ഒപ്പിക്കാം. വാ. സാധനം കയ്യിലുണ്ടോ? സാധനം കയ്യിലുണ്ടേ. സാധനം കയ്യിലുണ്ടോ? സാധനം കയ്യിലുണ്ടേ. സാധനം കയ്യിലുണ്ടോ? സാധനം കയ്യിലുണ്ടേ. കോപ്പ് അയാളുടെ വീട്ടിൽ കയറി പറ്റാൻ ഒരു വഴിയും കാണുന്നില്ലല്ലോ. ഞാനൊരു വഴി പറഞ്ഞാലോ? ദേ എൻ്റെ വായിന്ന് വല്ലതും കേൾക്കും. അതിന് ഞാൻ എന്ത് ചെയ്തിട്ടാ? ഞാൻ അറിഞ്ഞ അയാളെ കയ്യിൽ വിഗ്രഹം കിട്ടുന്നു. നീ കൂടുതലൊന്നും പറയണ്ട, നടന്നേ. ഞങ്ങളുടെ ദൈവമാണ് കേട്ടോ. അതെല്ലാരും പറയാറുണ്ട്. നമ്മള് ജീപ്പില്. അതെ, നിങ്ങളെന്താ ഇവിടെ? എടാ ഇവരൊന്നും നമ്മളെ ജീപ്പിൽ കയറില്ലേ? അവരാ മനട്ടാ ചേട്ടാ കിട്ടുമെന്നാ ഞങ്ങളുടെ പരിചയക്കാരാ. ഇനി വല്ല ആവശ്യമുണ്ടോ പറഞ്ഞാൽ മതി. ആ ശരി, വിളിക്കാം. അല്ല നിങ്ങളെന്താ ഇവിടെ? ഒന്നുമില്ലേട്ടാ, വെറുതെ ചുമ്മാ. നിങ്ങൾ അന്ന് കണ്ടപ്പോഴേ എനിക്കൊരു പന്തിയോട് തോന്നിയതാണ്. സത്യം പറ, എന്തീ കാട്ടിൽ പരിപാടി? ഒരു പരിപാടിയില്ല, ചുമ്മാ നടക്കാറിയത്. ആ തൽപ്പാടി തമ്പി അന്വേഷിച്ചതാ. തമ്പിനെ കണ്ടിട്ട് എന്താ പരിപാടി? അത് അതെ, ഈ തമ്മിൽ ഞങ്ങൾക്ക് അറിയാം. നിങ്ങൾ കാര്യം വെച്ചാ പറ. തമ്പിനെ കണ്ട്, പക്ഷേ പക്ഷേ വിഗ്രഹം അവിടെ നിന്ന് പൊക്കി തന്ന ഞങ്ങൾക്ക് എന്താ ഗുണം? കിട്ടുന്നതിന്റെ 25% നിങ്ങൾക്ക്. പോലെ 35%. ആ 50-50 പറ്റൂ? ആ ശരി, ബാക്കി കാര്യങ്ങൾ അതിപ്പോ പറയാൻ എന്തിരിക്കുന്നു? നിങ്ങൾ തമ്പിന്റെ അടുത്തുനിന്ന് വിഗ്രഹം അടിക്കുന്നു, നമ്മളത് വിൽക്കുന്നു. കിട്ടുന്നുണ്ട് 50-50. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ നിങ്ങൾ ഈ പരിസരത്തിന് കാണണം. ഞങ്ങൾ ഏത് നിമിഷം വിളിക്കും. എപ്പോ വിളിച്ചാലും ഞങ്ങൾ അവിടെ. ഓക്കെ. ഇതൊക്കെ വല്ലതും നടക്കുമോ? നടത്തണം. അന്നാ മരം നമ്മുടെ വണ്ടിക്ക് കരുതും. ഇപ്പൊ നടന്ന സംഭവിച്ച് നോക്കുമ്പോ ഇത് നമ്മുടെ ഭാഗ്യമായിട്ട് കൂട്ടിയാൽ മതി.
ഇവിടെ തന്നെ അതുണ്ടെന്ന് എന്താണ് ഇത്ര ഉറപ്പ്? ഉണ്ടെങ്കിൽ തന്നെ നമ്മളതെങ്ങനെ എടുക്കും? അതൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യണം. ഇത് നമുക്ക് രക്ഷപ്പെടാനുള്ള വഴിയാ. തലക്കരാമരാട് അറിയണ്ട. നീ എൻ്റെ കൂടെ മതി. എത്ര കാലം വെച്ചിട്ടാ നമ്മൾ തെക്കോടെ കിടക്കുക? അത് ശരിയാ, എല്ലാം കഴിഞ്ഞിട്ട് പറയാം. അല്ലെങ്കിൽ ഇപ്പം ഇറങ്ങും ഉപദേശമായിട്ട്. ആജത വീട്ടിലോട് നിന്ന് കണ്ടുപിടിക്കണം. അതിന് വഴിയുണ്ട്. നേരം വിളിക്കട്ടെ. അമ്മ, ഇത് ഞാനാ. മോളെ, എന്ത് ചെയ്താണ് ഞങ്ങളോട് ചെയ്തത്? എന്തിനാ നീ ഇങ്ങനെയൊക്കെ ചെയ്തത്? അമ്മ, ഞങ്ങളിവിടെ എന്തുമാത്രം വിഷമിക്കുന്നെന്ന് അറിയോ നിനക്ക്? നീ ഒന്ന് വാ മോളെ, അമ്മ പറഞ്ഞോളാം അച്ഛനോട്. നീ എന്തോന്നും മിണ്ടാത്തെ? ഇതുവരെ ആരും ഒന്നും അറിഞ്ഞിട്ടില്ല. കോളേജിൽ നിന്ന് ടീച്ചർ വിളിച്ചിരുന്നു. വയ്യാതിരിക്കാന്ന അമ്മ പറഞ്ഞു. അച്ഛൻ എന്ത് പറഞ്ഞു? അച്ഛനോ? ആരുടെ അച്ഛൻ? നിനക്കതൊക്കെ ഓർമ്മയുണ്ടോ? ഇങ്ങനെ 2 ജന്മങ്ങൾ ഇവിടെ ഉണ്ടെന്ന് മോളങ്ങ് മറന്നേക്ക്. പിന്നെ അമ്മയെ സോപ്പിട്ട് ഈ പടി കടക്കാന്ന് വിചാരിക്കണ്ട. അച്ഛൻ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. നീ ഇനി ഒന്നും പറയാൻ നിൽക്കണ്ട. ഒരു കാര്യം നീ അവനോട് പറഞ്ഞേക്ക്. കണ്ടുപിടിച്ച് അകത്താക്കാൻ എനിക്ക് പറ്റാഞ്ഞിട്ടല്ല. അവനില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്ന പറഞ്ഞ് ഞാനിപ്പോ മുറിക്കാൻ കത്തി എടുത്തവളല്ലേ നീ. ഇഷ്ടപ്പെട്ടവന്റെ കൂടെ പോയി ജീവിക്കും. മേലിങ്ങോട്ട് വിളിച്ചേക്കൻ. നീ വീട്ടിൽ വെച്ച് ഞരം പൊറിക്കാൻ നോക്കിയോ? അത് അവരെന്നെ നീ ഇപ്പൊ ആരോട് വെച്ചിട്ട് വീട്ടിലേക്ക് വിളിച്ചേ? എന്താ നീ കാണിക്കുന്ന രഞ്ജി? ഇപ്പോഴും നമ്മളെയൊക്കെ പൊട്ടന്മാരാക്കിട്ട് രഹസ്യമായിട്ട് അച്ഛനെ വിളിക്കുന്നു, അമ്മയെ വിളിക്കുന്നു. ഞാൻ അച്ഛനെ അല്ല വിളിച്ചത്. പിന്നെ നീ ആരെടി വിളിച്ചേ? നീ ഒന്ന് അടങ്ങ് രഞ്ജി. അവൾ അറിയാതെ വിളിച്ചു പോയതായിരിക്കും. അറിയാതെ ആണെങ്കിലും അറിഞ്ഞിട്ടാണെങ്കിലും നമ്മളപ്പ കൊടുക്കുന്ന പോണ ഫോൺ നമ്പർ അടക്കപ്പോ അവിടെ കിട്ടി കാണില്ലേ? എന്റെ അമ്മ എനിക്ക് വിളിക്കണമെന്ന് തോന്നിയാ ഇനി ഞാൻ വിളിക്കും. അതുകൊണ്ട് ഇവിടെ ആരും അന്വേഷിച്ചു വരാൻ പോകുന്നില്ല. അച്ഛന്റെ സ്വഭാവം എനിക്കറിയാം. ഒരുമിച്ച് ജീവിക്കണമെങ്കിൽ പോവാനുള്ള സ്ഥലം കണ്ടുപിടിച്ചോ. അങ്ങോട്ട് ചെല്ലണ്ടെന്ന് അച്ഛൻ പറഞ്ഞേക്കുന്നേ. എന്തൊക്കെയായാലും നീ അടിച്ച് ശരിയായില്ല കേട്ടാ. ഇതുവരെ നിന്നോട് അവളിങ്ങനെ പെരുമാറിയിട്ടുണ്ട. ആണുങ്ങൾ മനസ്സിലെ രഞ്ജി പെണ്ണുങ്ങളുടെ അവര് പെട്ടെന്ന് ഇമോഷണലാവും. ഗീതുവിന്റെ അച്ഛനുള്ള വീട്ടിൽ കയറ്റില്ല നമ്മുടെ സ്ഥിതിക്ക് ഇവന്റെ കാര്യം പോക്കാന്ന് എനിക്ക് തോന്നണേ. നീ കരിനാക്ക് വളച്ചൊന്നും പറയലടാ. കരിനാക്കൊന്നല്ല, ഇവൻ പറഞ്ഞതിലുണ്ട് കാര്യം. എടാ, നമ്മൾ പോന്നിട്ട് ഇത്ര ദിവസമായില്ലേ? ഇതുവരെ അവളുടെ അച്ഛൻ്റെ ഭാഗത്തൊരു അന്വേഷണം ഉണ്ടായിട്ടുണ്ടോ? എടാ, ഒന്നിനുള്ള സ്വന്തം മോളല്ലേ? നീ എന്താ ഒന്നും മിണ്ടാത്തെ? ഇവര് പറയുന്നതിലും കാര്യമുണ്ടാ. അവളുടെ അച്ഛൻ പറയണതൊക്കെ ഞാൻ എൻ്റെ ഈ കാതുകൊണ്ട് കേട്ടതാ. എൻ്റെ വീട്ടിലെ അവസ്ഥ നിനക്കറിയാലോ. ഇപ്പൊ അവളെയും കൊണ്ട് വീട്ടിലേക്ക് എന്നാ പടി അടച്ച് പിണ്ടം വെക്കുക അച്ഛനമ്മ. പിന്നെ നമ്മൾ എന്ത് ചെയ്യാനടാ? ചുരുക്കി പറഞ്ഞാൽ നമ്മളും കൂടി വെട്ടും. മതി, നിർത്തടാ. എനിക്ക് വേണ്ടി നിങ്ങളാരും കൂടുതൽ ത്യാഗം സഹിക്കണ്ട. എങ്ങോട്ടാന്ന് വെച്ചാൽ പൊക്കോ എല്ലാവരും. അവൻ ആ അർത്ഥത്തിൽ പറഞ്ഞല്ലടാ. ഏതർത്ഥത്തിലായാലും പറഞ്ഞിടത്തോളം മതി. അവളുടെ അച്ഛനെ പേടിച്ചല്ലേ നമ്മൾ ഇങ്ങോട്ട് പോകുന്നത്. അപ്പൊ അയാളുടെ നിലപാടറിഞ്ഞ സ്ഥിതിക്ക് ഇനി ആരെയും പേടിച്ച് നമ്മൾ ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല. ഇന്ന് തന്നെ നമുക്ക് തിരിച്ചു പോവാം. ഇന്നലെ പോണെന്നില്ല, 2 ദിവസം കഴിഞ്ഞിട്ട് പോയാലും മതി. വെറുതെ ഇവിടെ നിന്നിട്ട് എന്ത് കാര്യം? നിനക്ക് ആ തമ്പിയുടെ മോളെ വളയ്ക്കണ്ടേ? കളിച്ച് പോടാ. ഇവനല്ലേ പറഞ്ഞത് നമ്മളാരും ത്യാഗം സഹിക്കണ്ടെന്ന്? അപ്പോൾ ഇവൻ പറയണേക്കാൻ നമ്മൾ തയ്യാറല്ല. ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് വരുന്നുള്ളൂ. അതെന്താടാ അങ്ങനെ? ഇതിനു മുമ്പ് നമ്മൾ വഴക്കിട്ടുണ്ടല്ലോ. അപ്പോഴൊന്നും ഇല്ലാത്തൊരു സംസാരം എന്തപ്പോ? നീ നിന്റെ പാട്ടിനോടാ. നിന്റെ കൂടെ തെക്ക് വടക്ക് നടക്കാൻ ഞങ്ങളില്ല. അതെ, എല്ലാവർക്കും ഒരു കാര്യം പറയാ. കൂടെ നിൽക്കുന്നവർക്ക് നിൽക്കുക, അല്ലാതെ പോവാ. പറഞ്ഞു തുറക്കട ഇവന്മാരോട്. രക്ഷപ്പെടാൻ സമ്മതിക്കൂല. അതെ, രക്ഷപ്പെടാൻ ഗോൾ ചാൻസ് വന്നിട്ടുണ്ട്. എല്ലാം സെറ്റായിട്ട് പറയാൻ വെച്ചാ ഇനിയിപ്പോ ആവശ്യമില്ല. നിങ്ങൾ രണ്ടുപേരും കറങ്ങി നടക്കുന്നത് കണ്ടപ്പോഴേ ഉറപ്പിച്ചത് എന്തെങ്കിലും ഒപ്പിക്കുന്നു. നീ ഉണ്ടാതിരി. അതെ, ഇങ്ങോട്ട് വരുമ്പോഴേ ജീപ്പിലേ നിന്റെ നിർബന്ധപ്രകാരം 2 പേരെ കയറ്റി തുറക്കണ്ട. അവന്മാർ ഞങ്ങളോട് വെച്ച് കണ്ടു. അവന്മാര് കള്ളന്മാരാ, നല്ല അസല് കള്ളന്മാര്. എടാ, അതെനിക്ക് അറിയില്ലായിരുന്നല്ലോ അവര് കള്ളന്മാരാന്ന്. നീ ഇനി മിണ്ടരുത്. നീ പറ. അതാണ് ലോക സമസ്ത സുഖിന് പോകുന്നു. ലോകത്ത് എല്ലാവരും സൂഹിക്കാണ്, നമുക്ക് സൂഹിക്കണം. മനുഷ്യരുടെ കനം കുറയുമ്പോഴേ കുടുംബക്കാരുണ്ടാവില്ല, കൂട്ടുകാരുണ്ടാവില്ല. ഇനി തന്നെ കത്തിച്ചിട്ട് പറയാം. എനിക്കും താരണം, തല വരുക്കുന്നു. വീടിനാണാ
കേട്ടോ ഭായി, ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ നാട്ടിൽ വെച്ച് ഇവൻ്റെ മൊബൈലിൽ ആദ്യമായിട്ട് വിഗ്രഹമോഷണത്തെ പറ്റി അറിയുന്നു. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഞെട്ടിപ്പോയി. നിങ്ങളതെങ്ങനെ പൊക്കി ഭായി? അത് ഞങ്ങളെ സീക്രട്ട് പറയൂല. എങ്ങനെയായാലും സാധനം കിട്ടിയല്ലോ. സാധനം കിട്ടിയില്ല, സാധനം തമ്പിയുടെ വീട്ടിലിരിക്കല്ലേ. തമ്പിയുടെ വീട് പറഞ്ഞാൽ നമ്മളെ വീടാ, അത് കിട്ടിയ പോലെ. അത് കറക്റ്റ്. ഒരു മിനിറ്റ്, നമ്മുടെ ജോക്കിന് എന്തോ ഒരു വിഷമമുണ്ട്. ഇങ്ങനെ പറയട്ടെ. ഒന്ന് മിണ്ടായിരിക്കും രഞ്ജി, ഇതൊന്നും അത്ര ശരിയല്ല. എന്ത് ശരി എന്ത് തെറ്റ്? വല്ലാത്തൊരു ടെൻഷനാടാ മനസ്സിന്. അല്ലെങ്കിൽ ഞാൻ അടിക്കില്ലെന്ന് എനിക്ക് അറിയില്ലടാ. നീ എത്ര പെട്ടെന്നടാ മാറിയത്? നീ അന്ന് മുഖത്തടിച്ചോണ്ടല്ലേ അവള് ദേഷ്യപ്പെട്ട് വർത്തമാനം പറഞ്ഞു പോയത്. എടാ അതൊക്കെ അപ്പോഴേ വിട്ടറാ, അവളൊരു പാവാ. നീ വാ, നമുക്ക് പോവാം. ആ വിഗ്രഹത്തിന്റെ കേസ് വെറുതെ എടുത്ത് തലയിൽ വെക്കണ്ട. പാവന്മാർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. കള്ളിൻ്റെ കൂടെ കഞ്ചാവും കയറ്റിക്കൊണ്ടിരിക്കല്ലേ. നീ വാ, നിന്നെ കാണാതെ ഗീത് വിഷമിക്കും. വാ. ഇല്ലടാ, നമുക്കും ജീവിക്കണ്ട അന്തസ്സായിട്ട്. അതിന് ഈ ഒരു തെറ്റ് ദൈവം പുറത്തോളും. എന്തോ എനിക്കിതൊന്നും കൂട്ടി വെക്കാൻ പറ്റുന്നില്ല. ഞാൻ നാളെ നാട്ടിൽ പോയതെന്ന് ആലോചിക്കാം. നിങ്ങൾ എന്താച്ചാ ചെയ്യും? എന്തായാലും 2 ദിവസം കൂടിയല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ അവൾക്ക് നിയമപരമായി 18. അതിനുള്ള ഇതൊക്കെ ഒന്ന് കലങ്ങി തെളിയും. നീ നോക്കിക്കോ. അല്ലേലും ഈ തമ്പി ഒരു കള്ളം തന്നെയല്ലടാ. അതുകൊണ്ട് വിഗ്രഹം അടിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് എൻ്റെ പക്ഷം. പിന്നെ അമ്പലത്തിൽ നിന്ന് മോഷ്ടിച്ച പാവം ആ വല്ലവന് രാജപ്പനെ കിട്ടും. അങ്ങനെ നോക്കിയാലും അപ്പം നമ്മൾ സേഫാ. കള്ളും കഞ്ചാവും തലക്ക് പിടിച്ചിരിക്കാം. നാളെ രാവിലെ സംസാരിക്കാം. ഞാൻ പോവാ. ജോക്കുട്ടാ ഓടാ. എവിടെയും പെട്ടു ഒഴിക്കാം. സീട്ടുണ്ടോ? സീട്ടു നല്ല വലിയായിരുന്നല്ല. എന്താണത്? വെട്ടം വലിച്ചൊന്നില്ലേ? കൂരിട്ടാണല്ലോ. ആരോ പറഞ്ഞ പോലെ ജീവിതം തന്നെ ഇരുട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയല്ലേ അളിയാ. അത് ശരിയാ. നല്ല ആഘോഷത്തിലാണല്ലോ എല്ലാരും. ഇത്ര നാളായിട്ടില്ലാത്തൊരു പതിവ് എന്താ ഇന്ന്? ഞങ്ങൾ ഇന്നൊരൽപ്പം കുടിച്ചു. അല്ലെങ്കിൽ ഇവിടെ ഇരുന്നിട്ട് എന്ത് കാര്യം? എനിക്കൊരു സന്തോഷമൊക്കെ വേണ്ടേ? ഈ സന്തോഷം അല്പം ഓവറല്ലേ മക്കളെ? അയ്യോ, അതിന് നിങ്ങൾ തന്നെയല്ലേ ഞങ്ങൾക്ക് ഇവിടെ എല്ലാ സുഖസാഗരം ഒരുക്കി തരാൻ ഒരാളേർപ്പാടാക്കി തന്നത്. അതും ഞങ്ങൾ പോലെ അറിയാതെ. സർപ്രൈസ്. ഓ, മണിയനെ ഉദ്ദേശിച്ചായിരിക്കും ഈ പറഞ്ഞു വരുന്നത്. നിങ്ങളുടെ ഈ ചെയ്ത്തിന് അതൊന്നും അല്ല കാരണം. അതെനിക്കറിയാം. പിന്നൊരു കാര്യം, ഈ സ്ഥലം അല്പം പെശക. ഞാനും മേലാൽ ഇവിടെ ഇങ്ങനെ കയറി വന്നാൽ ഒന്ന് നിർത്തണ്ട. വരട്ടൊന്നും ഞങ്ങളടുത്ത് വേണ്ട. നിങ്ങളത്ര നല്ല പുള്ളിയല്ലെന്ന് ഞങ്ങൾക്കറിയാം. അല്ലെങ്കിൽ പിന്നെ ആ ഭാർഗവ, 3 കുടം വെള്ളം കമഴ്ത്തി കൊടുക്ക് 3-നും തലയില്. വെളിവ് വരട്ടെ. ബാക്കി നാളെ സംസാരിക്കാം. ഗുഡ് നൈറ്റ്. ഭാർഗവ, ഭാർഗവ, കുറച്ച് വെള്ളം ഒഴിച്ചോളൂ. ഒഴിച്ചോളൂ, ഒഴിച്ചോളൂന്നേ. 18 ഉറി ആടോ.
ആ പെൺകുട്ടിയെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതിയാ നിങ്ങളോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. എന്താ നിങ്ങളുടെ തീരുമാനം? നാളെ ഞങ്ങൾ ഇവിടുന്ന് പോവും. എങ്ങോട്ട്? ഗീതുവിൻ്റെ അച്ഛൻ വീട്ടിൽ കയറ്റില്ലാന്ന് ഏതാണ്ട് ഉറപ്പായല്ലോ. ഇവനുണ്ട് വീട്. എന്ത് ധൈര്യത്തിലാടോ ഞാൻ ആ പെൺകുട്ടി ഇവൻ്റെ കൂടെ വിടുന്നത്? എൻ്റെ വീട്ടിൽ വന്നിട്ടുള്ള പെരുമാറ്റം ഇങ്ങനെയാണെങ്കിൽ ഇവൻ്റെ വീട്ടിൽ പോയാലുള്ള കാര്യം പറയണോ? തമ്പിയണ്ണ, അത് ഞങ്ങളവിടെ ചെന്നിട്ട് ഗീതുവിൻ്റെ അച്ഛനോട് സംസാരിച്ചിട്ട് ശരിയായിക്കോളാം. അതൊക്കെ ഇവിടുന്ന് പോയിട്ടുള്ള കാര്യമല്ലേ? വാസുവാണല്ലോ നിങ്ങളെ എൻ്റെ അടുത്തേക്ക് വിട്ടത്. അപ്പോൾ വാസു തന്നെ വരട്ടെ, അല്ലാതെ അവളെയും കൊണ്ട് നിങ്ങൾ ഇവിടുന്ന് പോവില്ല. പിന്നെയും പിന്നെ ചൊറിയാൻ നിൽക്കണ്ട. നാളെ ഞങ്ങൾ അവളെ കൊണ്ടുപോകും. അതിന് വാസോട്ടം വരേണ്ട ആവശ്യമൊന്നുമില്ല. അല്ല പടിയമ്പി, തനിക്ക് വിചാരമുണ്ട് തൻ്റെ മുമ്പിൽ ഒച്ചാൻ ചെയ്യുന്നത്. ഞങ്ങളെ കൂടുതൽ കാണണ്ടാ. മക്കളെ, നിങ്ങൾ കയറിയത് പാണ്ടിമലയാണെന്ന് മറക്കണ്ട. ഇനി നിങ്ങൾ ഈ മല ഇറങ്ങണമെങ്കിൽ അണ്ണം വിചാരിക്കണം. ഭാർഗവ, അയാൾ പറഞ്ഞു കേട്ടല്ലോ, ഇനി ഒരു ദിവസമേ ഉള്ളൂ. ഇനിയെങ്കിലും നിങ്ങൾക്ക് ഇത്തിരി വെളിവ് വന്നാൽ കൊള്ളായിരുന്നു. വന്നില്ലേ കൊല്ലും. നിങ്ങൾ വരുവാണേ? അതൊന്ന് ചോദ്യം വല്ല പഞ്ചേട്ടാ. ഇന്ന് രാത്രി കൃത്യം 2 മണിക്ക് ഞങ്ങൾ എത്തിരിക്കും. വിഗ്രഹിക്കുന്ന സ്ഥലം കണ്ടുപിടിച്ച അന്ന് രാത്രി ഞങ്ങൾ വെക്കും. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ രാത്രി കാണാം. ഓക്കെ അതെപ്പാ വാ. അല്ലേ വാ. അപ്പോ വിഗ്രഹം അവിടെ പോയി തപ്പാനാ? അതെ, ഇന്നത്തെ ഒരു രാത്രിയോട് നമുക്കുള്ളൂ. ആ ജോക്കുട്ടിനെ പറഞ്ഞ മത്സരം കൊണ്ടുപോകാൻ പാട്. അവൻ അങ്ങനെ പ്ലാൻ അറിഞ്ഞാൽ നമ്മുടെ കൂടെ വരുന്ന എനിക്ക് തോന്നണില്ല. വന്നില്ലെങ്കിൽ വരണ്ട. എന്തായാലും തൽക്കാലം നമ്മുടെ പ്ലാനൊന്നും പറയണ്ട. അപ്പോ ഗീതു? അവളൊരു പാവം പെണ്ണ. ഞാൻ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ അവളുടെ അച്ഛൻ ഞങ്ങൾ രണ്ടുപേരെയും വീട്ടിൽ കയറ്റില്ല. മറിച്ചായ ഒരു പക്ഷേ അവളെങ്ങനെ രക്ഷപ്പെടും. അല്ലടാ, അപ്പൊ അവളെ കൊണ്ടുപോണില്ലേ? ഉപേക്ഷിക്കാൻ മനസ്സുണ്ടായിട്ടല്ലിയ. അവളുടെ ഭാവിക്ക് ഇപ്പം അതാ നല്ലത്. അത് പൊളിച്ചളിയാ. അപ്പൊ നായകൻ തന്നെ വില്ലൻ. എടാ പുല്ലേ, നീ അവളുടെ പുറകെ നടക്കുന്ന കാലത്തോട്ട് എനിക്ക് അറിയാമെന്ന്. അവളുടെ അപ്പനെ സ്വത്ത് കണ്ടാണെന്ന്. ഇപ്പൊ കിട്ടൂലറിഞ്ഞപ്പോ അവന്റെ ഒരു നാടകം. നാടകമൊന്നും അല്ലടാ. ചിന്തിച്ചപ്പോൾ അതാ നല്ലതെന്ന് തോന്നി. പിന്നെ അന്ന് അവൾ എന്നോട് ചൂടായപ്പോൾ അവളുടെ കണ്ണുകളിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്. അമ്മ. ആ ബന്ധം പിന്നീട് ഞങ്ങൾക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കും. അപ്പം അവൾ പറയണൊക്കെ ഞാൻ അനുസരിക്കേണ്ടിയും വരും. അതിലും ഭേദം തൂങ്ങിച്ചാവണതാ. ഇനി അവളെങ്ങാനും തൂച്ചാവോ? ഇനി അതുണ്ടാവില്ല. അബദ്ധത്തിലാണെങ്കിലും അന്ന് ഞാൻ അടിച്ചാടി അതവൾ പൊറുക്കില്ല. അതിനുശേഷം അവൾ എന്നോട് ശരിക്കൊന്നും മിണ്ടിയിട്ട് പോലുമില്ല. അതെന്തായാലും നന്നായി. ഈ വിഗ്രഹം വിറ്റിട്ടുന്ന കാശുകൊണ്ടേ നമുക്ക് എങ്ങനെയെങ്കിലും സെറ്റിൽ ആവണളിയാ. അതിന് തടസ്സം ആരായാലും മൈൻഡ് വയ്ക്കണ്ട. അതിപ്പോ ജോക്കിട്ടനാലും ശരി. അവനെ വിളിച്ചു നോക്കാം. വരില്ലെങ്കിൽ വേണ്ട. ഗീതു ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ പോകുന്നത് ആരും അറിയണ്ട. അപ്പോൾ ആ വല്ലഭന്റെ രാജപ്പന്റെ കാര്യം എങ്ങനെയാ? കൂട്ടണോ അതോ തട്ടണോ? തൽക്കാലം കൂട്ടിയേക്കാം. അവന്മാരെ കൊണ്ട് വേറെയും പണിയുണ്ട്. ഇനി വിഗ്രഹം എങ്ങനെ കണ്ടുപിടിക്കും? അതെനിക്ക് വിട്ടേക്ക്. നേരെ ഒന്ന് ഇരുട്ടിക്കോട്ടെ. ചോക്കൂട്ടാ, എന്താ? നീ ഒന്ന് പുറത്തേക്ക് വന്നേ, ഒരു കാര്യമുണ്ട്. എന്താണ്? നീ വന്നേ, ധർമ്മനും ഫിറോസും പുറത്തുണ്ട്. എന്താ കാര്യം? നീ വാ, പറയാം. എന്താ കാര്യം? നീ വാ. എന്താടാ? എടാ ചോക്കട്ടാ, നമുക്ക് ഇവിടുന്ന് പോണം. പോവാനോ? എങ്ങോട്ട്? എങ്ങോട്ടെങ്കിലും. നീ അതും ഇതും പറഞ്ഞ് ഉടക്കാൻ നിൽക്കണ്ട, കൂടോ. രഞ്ജി, നീ എന്തൊക്കെയാ പറയുന്നത്? നാളെ രാവിലെ എല്ലാവരോടും യാത്ര കൊണ്ട് പോയ പോരെ? അതിനൊന്നും സമയമില്ല. അത് മാത്രമല്ല, ആ വിഗ്രഹം ഞാൻ പൊക്കി. വിഗ്രഹോ? എന്തൊക്കെയാ നിങ്ങൾ ഈ കാട്ടിക്കൂട്ടുന്നത്? നിങ്ങൾക്ക് ഭ്രാന്ത് പിടിച്ചാ? ഭ്രാന്തൊന്നുമല്ല, രക്ഷപ്പെടാനുള്ള ഒരേ ഒരു മാർഗം. ആ വല്ലവനും രാജപ്പനും അവിടെ കാത്തു നിൽക്കുന്നുണ്ടാവും. നീ എന്തായാലും വാ, പോലീസ് കേസാവും. നമുക്ക് തൽക്കാലം എങ്ങോട്ടെങ്കിലും രക്ഷപ്പെടാം. നിങ്ങൾ ഈ പ്ലാൻ ചെയ്യുന്ന മുതലുള്ള കാര്യങ്ങൾ എനിക്ക് വേണമെങ്കിൽ തമ്പിയോട് പറയായിരുന്നു. ഞാൻ മിണ്ടാതിരുന്നത് എന്താന്ന് വെച്ചാൽ
നിങ്ങളൊക്കെ നേരെയാവുമെന്ന് കരുതിയിട്ടാ. നീ ഇനി ഞങ്ങളെ നേരെയാക്കാൻ നിൽക്കണ്ട, കൂടെ വരുന്നുണ്ടോ? ഞാൻ വരാം. ഗീതുണ്ടല്ലോ അവിടെ, അവളെ കൂടി വിളിക്കാം. അവളും വരട്ടെ, അവളുടെ എല്ലാം പറയാം. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോവാം. ഗീതു വരുന്നില്ല, നീ നിന്റെ തീരുമാനം പറ. കൊള്ളാടാ, ആ പാവം പിടിച്ച പെണ്ണിനെ പറഞ്ഞ് പറ്റിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ട് അവസാനം എന്ത് മനസ്സാടാ നിന്റെ. ഡാടാ, നീ ഇപ്പൊ അവനെ മനസ്സിലാക്കാൻ നിൽക്കണ്ട. തൽക്കാലം ഞങ്ങൾ പറഞ്ഞിട്ട് കേട്ടാ മതി. ഇപ്പൊ വന്നാ നിനക്ക് കിട്ടൊരു പങ്ക്. എനിക്ക് ആ പങ്ക് വേണ്ടടാ രഞ്ജി. കാശ് കണ്ടാ കണ്ണ് മഞ്ഞളിക്കുന്ന സ്വഭാവം നിനക്ക് പണ്ടേ ഉള്ളതാ. ഈ വിഗ്രഹം വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ട് നീ സൂചിച്ച് ജീവിക്കാന്ന് വിചാരിക്കണ്ട. ദൈവം ഉണ്ടടാ. ചോക്കുട്ടാ, അവിടെ നിനക്ക് തെറ്റി. ഞങ്ങൾ 5 പേർക്ക് നക്കാപ്പിച്ച് കിട്ടുന്ന കൊച്ചു വിഗ്രഹം മാത്രമല്ല, അതിനേക്കാൾ വലിയൊടുപ്പുള്ളൊന്ന് രഞ്ജി നീ മലയിറക്കുന്നുണ്ട്. ഒന്ന് വെളിച്ചത്തോട്ട് വാമുത്തേ, ഇവരൊക്കെ നിന്നെ ഒന്ന് കണ്ടോട്ടെ. ഇതപ്പോ ശ്രീലക്ഷ്മി, നീ? അവളൊന്നും മിണ്ടില്ല. കാരണം കുറച്ച് ദിവസം കൊണ്ട് ആ മനസ്സ് ഞാനിങ്ങ് എടുത്തു. പിന്നെ അവളെ ചുമ്മാ കൊണ്ടുപോകാൻ ഞാൻ മണ്ടനൊന്നുമല്ല. അത്യാവശ്യത്തിനുള്ളത് അവളുടെ കയ്യിലെ ബാഗിലുണ്ട്. എടാ ദ്രോഹി, നീ ഒന്നും ഇവിടുന്ന് പോകാൻ പോയില്ലടാ. തമ്പിടാ, തമ്പിടാ. രഞ്ജി, രഞ്ജി, ധർമ്മ, ധർമ്മ, നിർത്തടാ, പോലടാ. രഞ്ജി, ഫിറോസ്, ഫിറോസ്. എടാ എടാ, അതവിടെ നിർത്തിയില്ലോടാ. ധർമ്മ, നീ ആ വണ്ടി ഒതുക്കി ഹെഡ്ലൈറ്റ് ഓഫ് ചെയ്യും. ദാസിന് പണി തന്നെ. പട മേടിച്ച് പന്തളം തിന്നപ്പോൾ പന്തം കൊളുത്തിപ്പെടാന്ന് പറഞ്ഞ പോലെ ആയില്ല. രാജപ്പാ, പോയാലോ? ഒരാളും അനങ്ങരുത്. നിങ്ങൾ വണ്ടി തന്നെ ഇരിക്കും. എന്തു വന്നാലും കയ്യിലുള്ള കളയരുത്. ഞാൻ പോയി നോക്കാം. നീ ഒറ്റക്ക് വേണ്ട, ഞാനും കൂടെ വരാം. കഴിവേറുടെ മക്കളെ, നിങ്ങളൊക്കെ എന്താണ് ഞങ്ങളെക്കുറിച്ച് വിചാരിച്ചത്? നിങ്ങളെപ്പോലെ ഉണ്ണാക്കന്മാരാണെന്നോ?
ഇവനെ ആദ്യം കണ്ടപ്പോൾ തന്നെ ഞാൻ വിളിച്ചു പറഞ്ഞതല്ലേ കൃഷ്ണ, ഇവന് തന്റെ മരുമോന്റെ കുപ്പായം ചേരില്ലെന്ന്. അതിപ്പോ അവക്ക് ബോധ്യപ്പെട്ടല്ലോ. ബോധ്യപ്പെടണമല്ലോ. അവനില്ലെങ്കിൽ ആത്മഹത്യ എന്ന് പറഞ്ഞ് കത്തിയെടുത്തവളല്ലേ നീ? എന്നിട്ട് ഇപ്പൊ എന്തായി? തനിനിറം കണ്ടില്ലേ? എടാ മക്കളെ, നീയൊക്കെ ലോക ഉടായിപ്പാണെന്ന് ഞാൻ വിചാരിച്ചില്ല. അല്ലേ പിന്നെ നിന്നെയൊക്കെ വിശ്വസിച്ച് വന്ന അവനെ പോലെ നിങ്ങൾ വെറുതെ വിട്ടില്ലല്ലോ. നിന്നെക്കുറിച്ച് വാസു ആദ്യം വന്ന് എന്നോട് പറയുമ്പോ 100 നാവായിരുന്നു. അതൊക്കെ കണ്ണടച്ച് വിശ്വസിക്കുന്നതിന് മുന്നേ ഒരു പരീക്ഷണം നല്ലതാണെന്ന് തോന്നി. അതുകൊണ്ടാണ് നിങ്ങൾ ഈ പാണ്ടിമല കയറേണ്ടി വന്നത്. ഇവരുടെ ആ വരവൊക്കെ നന്നായിരുന്നു. പക്ഷെ വന്നതിന് ശേഷം കഥയുടെ റൂട്ട് ചെറുതായിട്ടൊന്ന് മാറി. കള്ളും കഞ്ചാവും വിഗ്രഹവും പിന്നതാ യുവമാരും. എന്റെ പൊന്നു ചേട്ടന്മാരെ, ഞങ്ങൾ ഈ കൂട്ടത്തിൽ കൂട്ടല്ലേ. ഞങ്ങൾക്ക് ഈ കഥയൊന്നും അറിയാൻ മേല. ഞങ്ങൾ കള്ളന്മാരാണെന്നുള്ളത് നേരാ. ഈ കാണുന്ന വിഗ്രഹം, ഈ നിൽക്കുന്ന തമ്പിച്ചേട്ടൻ കൊടുത്ത് കാശ് വാങ്ങാനാ ഞങ്ങൾ ഈ മല കയറിയത്. നിങ്ങളോട് ആരാടാ പറഞ്ഞത് ഞാൻ ഈ കട്ട മുതലൊക്കെ വാങ്ങിക്കുന്നുണ്ടെന്ന്? അത് പറയടാ. ഈ നിൽക്കണ വാസുകേട്ടനാ. അത് പിന്നെ യുവന്മാർ ഈ വിഗ്രഹം അടിച്ചോണ്ട് വന്നത് ആദ്യം എൻ്റെ അടുക്കലാണ്. ഞങ്ങൾ ഇതിനു മുമ്പ് ചെറിയ ഡീലൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇത് ക്ഷേത്രത്തിലെ വിഗ്രഹമാണെന്ന് അറിഞ്ഞപ്പം അതൊന്ന് സേഫ് ആക്കണമെന്ന് എനിക്കും തോന്നി. എടോ, തനിക്ക് നേരെ ക്ഷേത്രത്തിലോ പോലീസ് സ്റ്റേഷനിലോ പോയി അറിയിച്ചാൽ പോരായിരുന്നോ? മതിയായിരുന്നു. പക്ഷെ അതിലൊരു ത്രില്ലില്ല. അപ്പോഴാണ് കൃഷ്ണൻ ഈ നാടകത്തിന്റെ കാര്യം എന്നോട് പറയുന്നത്. തമ്പിയണ്ണന്റെ അടുക്കലാവുമ്പോൾ പിന്നെല്ലാം സേഫ് ആണല്ലോ. ഒരു യാത്രയിൽ 2 കാര്യം. ഞാൻ എപ്പോഴും സത്യത്തിന്റെ ഭാഗത്തായിരിക്കും. ആ, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ സേഫാണ്. പോലീസ് പുറകെ വരുന്നുണ്ട്. അല്ല, എന്താ നമ്മുടെ നായകനൊന്നും മിണ്ടാതെ നിൽക്കുന്നത്? നാവറക്കി പോയോ? നിങ്ങളുടെയൊക്കെ 1 മാൻ ഷോ കഴിട്ടെന്ന് എഴുതിയിട്ടാ. പിന്നെ അത്ര വലിയ തെറ്റൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ അവൾ ഇട്ടേച്ച് പോയിട്ടുണ്ടെങ്കിൽ അത് അവളുടെ നല്ലതിന് വേണ്ടി തന്നെയാ. അപ്പൊ എന്റെ മോളെ വീട്ടിൽ നിന്ന് ഇറക്കിയതോ അത് അവളുടെ നല്ലതിന് വേണ്ടിയാണോ? അത് കാശിന് വേണ്ടി തന്നെയാണെന്ന് വിചാരിച്ചോ? ഭാർഗവ, അതൊക്കെ കിട്ടി ബോധിച്ചണ്ണ. രഞ്ജി, നീ തൽക്കാലം പിള്ളേരെ വിളിച്ചോണ്ട് സ്ഥലം വിടാൻ നോക്ക്. നടന്നതൊക്കെ ഒരു ദുസ്വപ്നം പോലെ കരുതിയാ മതി. രഞ്ജി, നമ്മളെന്തായാലും മൂഞ്ചി. ഡയലോഗില്ലാത്തോടത്തുനിന്നിട്ട് വേർത്തിട്ട് യാതൊരു കാര്യമില്ല. വാ പോവാ. ശരിയാ, ഒന്നും പറയാനില്ല, പെട്ടു. നീ വാടാ. രഞ്ജി ഒന്ന് അവിടെ നിന്ന്. എന്റെ മോളോട് നീ ചെയ്തതിന് ഇത്രയെങ്കിലും ഞാൻ ചെയ്യണ്ട. ഒരു അച്ഛനായി പോയില്ലേ? പോടാ വാടാ. ഇത്രയൊക്കെ എന്നോട് ഇഷ്ടമുണ്ടായിട്ടും അച്ഛൻ എന്താ എന്നോടത് കാണിക്കാതിരുന്നെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. പക്ഷേ ഞാൻ തിരിച്ചും അച്ഛനോട് അങ്ങനെയല്ലേ ചെയ്തിരുന്നേന്ന് ഓർക്കുമ്പോൾ അതെൻ്റെ തെറ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഒരു നിഴൽ പോലെ അച്ഛൻ എൻ്റെ കൂടെയുണ്ട്. ആ നിഴൽ തരുന്ന സംരക്ഷണം അനുഭവിച്ചറിഞ്ഞതുകൊണ്ട് എൻ്റെ മുന്നോട്ടുള്ള ജീവിതം അച്ഛൻ്റെയും അമ്മയുടെയും സന്തോഷങ്ങൾക്കൊപ്പമായിരിക്കും എന്ന് കരുതി ഇനി പ്രേമിക്കില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഉണ്ടായ അതൊരിക്കലും ഒരു ഒളിച്ചോട്ടാവില്ല. പ്രണയിക്കുന്ന എല്ലാവരും കാണുന്ന സ്വപ്നം പോലെ ആയിരിക്കും. എന്ന് വെച്ചാ ശുഭം. പടർന്നേ
അതിലൂയലാടി തിങ്കൾ നിലവ് പകർന്നേ മധുവിധുവിൻ തളിരുകളെ ഇനി വരവായി പുതുനിമിഷം അതിലലിയാനിത്തിരി മധുരം നൽകേണ്ടേ കിനാക്കൾ പൂത്തൊരി നാളിൽ നിലാവിൽ ലഹരി നുകർന്നിടാ മഞ്ഞളകൾ കുളിരാൽ ഉണരുമ്പോ മിഴിയിണയാ പ്രണയം തന്നില്ലേ കതിരോനുയരുന്നേ പുലരാനടി പെണ്ണേ കൊടിയേറ്റം കാണാൻ കാവിൽ പോകേണ്ടേ നറുതെങ്ങിൻ കള്ളും കരിമീനിൻ ചാറും ഷപ്പിലെ കൂട്ടരും ഒത്തത് മോന്തണ്ടേ ഓ തുടികൊട്ടിപ്പാണൻ പാടും പാട്ടും ഓ വയലോരം മേയും കൊയ്ത്തരി വാളും പഴമകൾ അടിമുടിഞ്ഞൊടിയിടമാറി പുതുനിറമണിയുമ്പോൾ പലയിടമലയണം അടവുകൾ അറിയണം ജീവിതയാത്രകളിൽ അന്തിമാനം നീളെ കാർമുകിൽ പടർന്നേ അതിലൂയലാടി തിങ്കൾ നിലവ് പകർന്നേ മധുവിധുവിൻ